നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളുമാണ് സന്യസ്ത ജീവിതത്തിനെതിരെയും സന്യസ്തർക്കെതിരെയും കേരള സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഷൂട്ടിലൂടെയും സോഷ്യൽ മീഡിയ ലേഖനങ്ങളിലൂടെയും കലാ സാഹിത്യ മേഖലകളിലൂടെയും ഇത്ര ക്രൂരമായി അധിക്ഷേപിക്കാൻ സന്യസ്തർ ഈ സമൂഹത്തോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിരാലംബരായ രോഗികളെ നിസ്വാർത്ഥമായി ശുശ്രൂഷ ചെയ്തതാണോ അവർ ചെയ്ത തെറ്റ്? അതോ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ കൈപിടിച്ചുയർത്തിയതാണോ അവർ ചെയ്ത മഹാപാതകം? സന്യാസം നിരോധിക്കണം, തല്ലിക്കൊന്നാലും പെൺകുട്ടികളെ സന്യാസ ജീവിതത്തിലേക്ക് വിടരുത് എന്നൊക്കെ പറഞ്ഞ് മുതല കണ്ണീരൊഴുക്കുന്നവർ എന്തുകൊണ്ടാണ് വർഷങ്ങളായി സന്യസ്തർ ഈ ദേശത്തിനും ഈ നാടിനും ഈ സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്നത്? സന്യാസ ജീവിതത്തെക്കുറിച്ച് അടിസ്ഥാന ധാരണകൾ പോലും ഇല്ലാതെ ചാനൽ ചർച്ചകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എന്തുകൊണ്ടാണ് ചിലർ സന്യസ്തർക്കെതിരെ വിഷം ചീറ്റുന്നത്? ഷെക്കീന ചർച്ച ചെയ്യുന്നു, എന്തുകൊണ്ട് സന്യസ്തർ ഇത്ര ഹീനമായി ആക്രമിക്കപ്പെടുന്നു? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, പോസിറ്റീവ് സ്ട്രോക്ക് എന്ന പരമ്പരയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷന്റെ PRO സിസ്റ്റർ ആൻസി പോൾ SH. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ടി ദേവപ്രസാദ്, നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്യസ്തയെ കാണുമ്പോൾ സമൂഹത്തിന് ഒരു ബഹുമാനത്തിൻ്റെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല ഒരു സ്ഥിതി. ഒരു അശ്ലീലമായ ഒരു ജീവിതചര്യയാണ് എന്ന തരത്തിലുള്ള ഒരു പൊതുബോധം സന്യാസ ജീവിതത്തെക്കുറിച്ച്, ക്രൈസ്തവ സന്യാസ ജീവിതത്തെക്കുറിച്ച് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? മുൻപത്തെ സന്യാസ ജീവിതവും ഇപ്പോഴത്തെ സന്യാസ ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചത് കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു ബഹുമാനത്തിന്, ഒരു ആദരവിന് കുറവ് സംഭവിക്കുന്നത് സന്യാസ ജീവിതത്തോട്? ശ്രീ ടി ദേവപ്രസാദ്. സന്യാസ ജീവിതം സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഒരു ജീവിതചര്യയാണ്. ഒരു വൈരുദ്ധ്യമുണ്ട് അതിനകത്ത്. കാരണം ലോകത്ത് ജീവിക്കുന്നവരും എല്ലാ സുഖ സന്തോഷങ്ങളും അനുഭവിക്കാനും സ്വന്തമായി നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാനും അധികാരത്തിൻ്റെ ഔന്നത്യങ്ങളിൽ കയറാനും ഒക്കെ ശ്രമിക്കുമ്പം ലോകത്തിന് മനസ്സിലാകാത്ത വിധം ദാരിദ്ര്യവും അനുസരണവും ബ്രഹ്മചര്യവും ജീവിതനിഷ്ഠകളായി സ്വീകരിച്ച് യേശുവിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ലോകത്തിന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നതിൽ ഏതാനും സന്യാസികൾക്കുണ്ടായ അപജയം വളരെ ശക്തമായി സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ളവരാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ ചിലർ മനഃപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട്. നമുക്കറിയാം, ബ്രഹ്മചര്യം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മചര്യ വ്രതമെടുക്കുന്ന ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു താപസ പുരുഷനോ സ്ത്രീയോ ആയി തുറന്നുകൊണ്ട് അവരുടെ പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം ഒരു വലിയ വിളിക്കായി അടിയറ വയ്ക്കുകയാണ്. ആ വിളിയാകട്ടെ ബ്രഹ്മചര്യ ജീവിതത്തിൽ വിവാഹം പരിത്യജിച്ചുകൊണ്ട് ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും മക്കളെ ദൈവരാജ്യത്തിനായി പരിത്യജിച്ചുകൊണ്ട് അവരെ തന്നെ അടിയറ വയ്ക്കുന്ന ഒരു ജീവിതമാണ്. പുരുഷനായി തുടർന്നുകൊണ്ട് പുരുഷത്വം അടിയറ വെക്കുന്നതിൽ തന്നെ, അല്ലെങ്കിൽ സ്ത്രീയായി തുടർന്നുകൊണ്ട് സ്ത്രീത്വം അടിയറ വയ്ക്കുന്നതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം ലോകത്തിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആണ് അടിസ്ഥാനമായ വിഷയം. അതോട് ചേർന്ന് പോകുന്ന മറ്റൊരു വിഷയം, ഇതിൽ പരാജയപ്പെടുന്ന ചിലർ തങ്ങളുടെ കുറ്റബോധത്തിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളുടെ നിരാശയിൽ നിന്നോ സന്യാസത്തെ ആകെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് സാധിക്കാതെ വന്നതുപോലെ അല്ലെങ്കിൽ തങ്ങൾ കരുതുന്നത് പോലെ ഒക്കെയാണ് ശരിയെന്ന് സമൂഹത്തിന് മുമ്പിൽ നടത്തുന്ന ചില വിലാപങ്ങളോ അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകൾ എന്നുള്ള പേരിൽ നടക്കുന്ന കാര്യങ്ങളോ ഈ സമൂഹത്തിന്റെ പൊതുബോധത്തിൽ വല്ലാത്ത ഒരു തെറ്റിദ്ധാരണകൾ പടർത്താൻ കാരണമാകുന്നുണ്ട്. സമൂഹത്തിൽ ഇന്നും സന്യസ്തരെയും
സന്യാസികളെയും ഒക്കെ ആദരിക്കുന്നവരാണ് കൂടുതൽ. പക്ഷെ ഇങ്ങനെ ബഹളം വെക്കുന്നവർ അല്ലെങ്കിൽ ഈ പുലഭ്യം പറഞ്ഞ് ചാനലുകളിലോ ഒക്കെ വരുന്നവർ കുറവാണെങ്കിലും അവർക്കാണ് കൂടുതൽ പബ്ലിസിറ്റി സമൂഹത്തിൽ കിട്ടുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന്, ഒറ്റപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മാറ്റി നിർത്താനാവാത്തതുപോലെ ചില കപട നാണയങ്ങൾ ഈ സന്യാസത്തിലും പൗരോഹിത്യത്തിലുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമായി വന്നിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് പലരുടെയും മനസ്സിൽ ഈ പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും ഒക്കെ വല്ലാത്ത തെറ്റിദ്ധാരണ പടർത്താൻ ഇടയായിട്ടുണ്ട്. അത് പാവപ്പെട്ട വിശ്വാസികളുടെ മനസ്സിൽ പോലും ഇങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. പിന്നീട് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടാകാവുന്ന മാറ്റത്തിന്റെ ഒരു മാറ്റം സമൂഹത്തിലെ ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണെങ്കിലും സന്യാസ ജീവിതത്തിലും ഈ സമർപ്പിത ജീവിതത്തിലുമെല്ലാം പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു ആഡംബര ഭ്രമം അല്ലെങ്കിൽ ഒരു സുഖലോലുപതയോടുള്ള ഒരു ഭ്രമം ഈ സന്യാസ വ്രതം എടുത്തവരുടെ ജീവിതങ്ങളിൽ, ഒരു നല്ല വിഭാഗത്തിന്റെ ജീവിതങ്ങളിൽ സമൂഹം കാണുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഒരു ധ്യാനത്തിന് ഒരച്ഛൻ വരികയാണെങ്കിൽ സ്വന്തം സഞ്ചിയും തുറക്കി ഒരു ബസ്സിൽ കയറി വന്നുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് സ്വന്തം വാഹനത്തിൽ അല്ലെ മോട്ടോർ സൈക്കിളിൽ വരുന്നു. ആ പരിപാടി കഴിയുമ്പോൾ തന്നെ അടുത്ത പരിപാടിക്ക് പോകുന്നു. ഇതൊക്കെ ഒരുപക്ഷെ സമയം ലാഭിക്കാനോ പല ന്യായീകരണങ്ങൾ ഉണ്ടായാലും ഇതെല്ലാം സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണകൾ പടർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ധാരണകൾ പറഞ്ഞു. ഇത് ഈ ധാരണകൾ ഉണ്ടാകുന്നവരെല്ലാം അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരണമെന്നില്ല. പക്ഷെ അതെല്ലാം ഒരു ധാരണ പരത്തിയിട്ടുണ്ട്. പിന്നെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഒന്നാമതായത് സമൂഹത്തിന് മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇതെങ്ങനെയാണ് ഇത് സാധിക്കുക? അത് പറ്റിയല്ല, അതായത് അവർ തങ്ങൾക്ക് പറ്റിയല്ലാത്ത ആർക്കും പറ്റിയല്ല എന്നുള്ളൊരു ഒരു സാഹചര്യം. അതിന് ഒരു ബലം പകരാൻ വേണ്ടി ഇതിൽ വന്ന് അപഭ്രംശം സംഭവിച്ചവരെല്ലാം ഇങ്ങനെയൊന്നും പറ്റുന്നതല്ല, അവിടെയൊന്നും ഇങ്ങനെയൊന്നും അല്ല നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണം. ഈ പ്രചരണത്തെ എന്തുമാത്രം നമ്മൾ ആശയപരമായിട്ടും അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നേരിട്ടാലും അതിന് ഒരു പരിമിതിയുണ്ട്. ആ നേരിടുന്നതിന് തന്നെ ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നിൽക്കുകയാണ്. ഇവര് ഇങ്ങനെയൊന്നും അല്ല ഇതിനകത്ത്. ഒരിക്കലും ആ വേഷം ഇടാത്തവർ ആ വേഷം ഇട്ടുകൊണ്ട് വന്ന് പറയാം ഇങ്ങനെയൊന്നും അല്ല അതിനകത്ത്. ഇങ്ങനെ പറയുമ്പോഴേക്കും ഒരു സാധാരണ മനുഷ്യൻ, ഒരുപക്ഷെ വളരെ അടുത്തറിയുന്നവർക്കറിയാം അവരുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തരായ ജീവിതങ്ങളുണ്ടെന്ന്. പക്ഷെ സാധാരണ മനുഷ്യരുടെ മുമ്പിൽ ഇവരുടെ അല്ലെങ്കിൽ ഈ ജീവിതക്രമത്തിന്റെ ഒരു വില കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് രണ്ട് കാരണം കൊണ്ടാണ്. നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടും ഇതിൽ വീണുപോയവർ വരുത്തിയ അബദ്ധങ്ങൾ കൊണ്ടുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, രണ്ട് ചോദ്യങ്ങൾ അങ്ങയോട്. ഒന്ന്, ശ്രീ ടി ദേവപ്രസാദ് സൂചിപ്പിച്ചതുപോലെ ചില സന്യസ്തരെങ്കിലും ചില ഒരു സുഗലോലുപതയുടെ ഒരു അരൂപിയിലേക്ക് ചിലപ്പോൾ വീണു പോയിട്ടുണ്ട് എന്നൊരു ആശങ്ക അദ്ദേഹം പങ്കുവച്ചു. അതിന് താങ്കൾക്ക് മറുപടി പറയാം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം നമ്മുടെ ഒരു സമൂഹത്തിൽ ഈ സന്യസ്തരുടെ ഒരു സേവനം ലഭിക്കാത്തവർ വളരെ കുറവാണ്. ജാതി മത ഭേദമന്യേ ഒരുമാതിരി എല്ലാവർക്കും തന്നെ സന്യസ്തരുടെ വിവിധ രീതിയിലുള്ള ശുശ്രൂഷകൾ, സേവനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവഹേളനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് സന്യസ്തർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലെസ്ബിയൻ ഫോട്ടോഷൂട്ട്, അതോടൊപ്പം തന്നെ സിനിമകളിലൂടെ അവഹേളിക്കപ്പെടുന്നു, സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കപ്പെടുന്നു, ലേഖനങ്ങളിലൂടെ അവഹേളിക്കപ്പെടുന്നു, കലാ സാഹിത്യ മേഖലകളിലൂടെ അവഹേളിക്കപ്പെടുന്നു. ഇത്തരം അവഹേളനങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ രണ്ട് ചോദ്യത്തിനും താങ്കൾ മറുപടി പറയുക. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA. രണ്ടും രണ്ട് ചോദ്യങ്ങളാണ്, രണ്ട് തലങ്ങളിലാണ് നിൽക്കുന്നത്. സമർപ്പിത ജീവിതം, സന്യാസ ജീവിതം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ മൂന്ന് വ്രതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സ്വയം പരിത്യജിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സന്യാസം ഒരു ആത്മപരിത്യാഗത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും ഒരു ജീവിതാനുഭവമാണ്. ഒരു വ്യക്തിക്ക്, അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് എല്ലാ സമർപ്പിതരും. കത്തോലിക്ക സഭയിലെ എല്ലാ സന്യാസികളും ഇതേ ജീവിത ശൈലി തന്നെയാണ് സ്വീകരിക്കുന്നത്, അതേ ജീവിതം തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ആഡംബരത്തിന്റെ ഒരു അവസ്ഥ വരുന്നത്?
ഭാരതീയ പൈതൃകത്തിലുള്ള സന്യാസ ജീവിതമുണ്ട്. നമ്മുടെ ഭാരതത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ജീവിത ശൈലിയാണ്. അവിടെ നമ്മൾ വസ്ത്രം പോലും ഉപേക്ഷിച്ചുകൊണ്ടുള്ള സർവ്വസംഘ പരിത്യാഗത്തിന്റെ ഒരു ജീവിതമാണ് ഭാരതീയ പൈതൃകത്തിലുള്ള ഒരു സന്യാസം. അപ്പോൾ അതുപോലെ തന്നെയാണ് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ, കത്തോലിക്ക സഭയുടെ പശ്ചാത്തലത്തിലുള്ള സന്യാസ ജീവിതം എന്ന് താരതമ്യപ്പെടുത്താനുള്ള ഒരു സ്വാഭാവികമായ പ്രവണത പൊതുസമൂഹത്തിലുണ്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള സന്യാസ ജീവിതം ഒരു വ്യക്തി അയാളുടെ വ്യക്തിത്വത്തിന് നേടിയെടുക്കാമായിരുന്ന നേട്ടങ്ങളെല്ലാം ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കുകയാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ത്യജിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ വ്യക്തിക്ക് ഒന്നുമില്ല എന്നുള്ളതാണ്. ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. പക്ഷേ അയാൾ പൊതുസമൂഹത്തിന് ക്രിസ്തുവിന്റെ സ്നേഹം വിളമ്പി നൽകുവാനുള്ള ചില പാത്രം ചുമക്കുന്ന വ്യക്തികളാണ് കത്തോലിക്ക സഭയിലെ സമർപ്പിതർ എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ചിലരുടെ പാത്രം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സ്ഥാനമാവാം. ചിലരുടെ പാത്രം എന്ന് പറയുന്നത് അധ്യാപനം എന്ന സ്ഥാനമാവാം. ചിലരുടെ ഈ പാത്രം, ഈ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാനുള്ള ഈ പാത്രം എന്ന് പറയുന്നത് അവരുടെ ശീർഷകം തന്നെയാണ്, തസ്തിക തന്നെയാണ്. അത്തരത്തിൽ ചിലർ അധികാര ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുന്നു. ചിലർ സാമൂഹിക മേഖലകളിലുള്ള ചില ഉത്തരവാദിത്തങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുന്നു. അപ്പോഴൊക്കെ അവർക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആ സ്ഥാപനം ആവശ്യപ്പെടുന്ന സ്ഥാനത്തിന്റെ ശൈലി സ്വീകരിക്കേണ്ടി വരുന്നു. അത് അവരുടെ സ്വകാര്യ ജീവിതത്തിലെ ആഡംബരമാണ് എന്ന് സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിച്ചേക്കാം. ഫാദർ റോയ് കണ്ണഞ്ചിറ, അങ്ങ് പറഞ്ഞതിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രിൻസിപ്പൽ സ്ഥാനം അല്ലെങ്കിൽ ഒരു ടീച്ചർ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ആ ഒരു പദവിയൊക്കെ വിവാഹിതർക്കും ആ പദവിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമല്ലോ. ഈ വ്യത്യാസം എവിടെയാണ് വരുന്നത്? വ്യത്യാസം വളരെ വളരെ വലിയ വ്യത്യാസമുണ്ട്. കാരണം കത്തോലിക്ക സഭയിലെ സമർപ്പിതർ നടത്തുന്ന സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സും അച്ഛന്മാരും വൈദികരും രൂപതാ തലത്തിലും നടത്തുന്ന സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്ന വൈദികരും സമർപ്പിതരും അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു സമയത്തിന്റെ അളവുണ്ട്. പിന്നെ അവരുടെ ആത്മാർത്ഥതയുടെ അളവുണ്ട്. മറ്റു സഹോദരങ്ങൾ ആത്മാർത്ഥത തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കേണ്ട ഒരു സമാനമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം സ്കൂളിംഗ് ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം അല്ലെങ്കിൽ സ്ഥാപനത്തിലെ സമയത്തിന് അപ്പുറവും ഇപ്പുറവും എന്നൊരു അവസ്ഥയുണ്ട്. എന്നാൽ സമർപ്പിത ജീവിതം മാത്രം വ്രതമായിട്ട് എടുത്തിരിക്കുന്ന സന്യാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സ്ഥാപനത്തിന് പൂർണ്ണമായി അർപ്പിക്കുകയാണ്. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു സമർപ്പണ ജീവിതത്തിന് വേണ്ടി സ്ഥാപനത്തിന്റെ ശൈലിക്ക് അനുസരിച്ച് ചിലപ്പോൾ അവരുടെ വേഷഭൂഷാദികളിലോ വേഗതകളിലോ ഒക്കെ മാറ്റം വരുത്തേണ്ടി വന്നേക്കാം. ചിലപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഒന്നും അവരുടെ സ്വന്തം. അച്ഛാ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അച്ഛൻ ഈ പറയുന്ന റോയ് അച്ഛൻ പറഞ്ഞ ഈ ഒരു കാരണം ഓരോ അവസ്ഥയിൽ ഇതിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവെക്കണം എന്നുള്ളതുകൊണ്ടാണ്. അച്ഛനും എനിക്കും അറിയാവുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ എന്തായാലും അറിയാവുന്ന അറിയത്തില്ല, ദീപിയുടെ ഒരു മാനേജിങ് എഡിറ്റർ ഉണ്ടായിരുന്നു, കൊളംബിയ അച്ഛൻ. CMI സന്യാസ സമൂഹമാണ്. ദിവ്യയുടെ മാനേജിങ് എഡിറ്റർക്ക് സമൂഹത്തിലുള്ള പദവിയെക്കുറിച്ച് റോയ് അച്ഛൻ അറിയാം. അച്ഛൻ തിരുവനന്തപുരത്ത് വന്നാൽ തിരിച്ചു പോകുമ്പോൾ ഒരിക്കലും തീവണ്ടിയുടെ സെക്കൻഡ് ക്ലാസ്സിൽ ഇല്ലാതെ യാത്ര ചെയ്യുമായിരുന്നില്ല. അച്ഛന് ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ എടുക്കാറുള്ളൂ. ഞങ്ങൾ പകച്ചു പോയിട്ടുണ്ട്. ദിവ്യയുടെ ഒരു മാനേജിങ് എഡിറ്റർ സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ക്ലാസ്, നമ്മൾ ഈ കാറ്റഗറി ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്. അദ്ദേഹത്തിന്റെ ഒരു മഹത്വവും കുറഞ്ഞു പോയിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്. കേരളത്തിൽ എന്തുമാത്രം രാഷ്ട്രീയ നേതാക്കൾ, ഒരുപക്ഷെ ദീപിയുടെ ചരിത്രത്തിൽ ഇതുപോലെ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു നേതാവില്ല, മറ്റൊരു വൈദികനില്ല. കൊളംബിയ അച്ഛൻ എന്നും കൊളംബിയ അച്ഛനായിരുന്നു. പക്ഷെ കൊളംബിയ അച്ഛൻ ഇന്ദിരാഗാന്ധി പിടിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. കൊളംബിയ അച്ഛൻ ഏത് ആശ്രമത്തിലാണ് പോയെന്ന് പോലും ഇന്ദിരാഗാന്ധിക്ക് അറിയാൻ സാധിച്ചില്ല. കൊളംബിയ അച്ഛൻ എന്നും കൊളംബിയ അച്ഛനായിരുന്നു. ഇതല്ല വാസ്തവത്തിൽ കൊളംബിയ അച്ഛനോടുള്ള പഴയ ദീപിയുടെ സ്റ്റാഫിനൊക്കെ ഉള്ള ആദരവ് എന്താ കാരണം? അച്ഛന്റെ സിംപ്ലിസിറ്റി. ചോദിച്ചല്ല ജീവനക്കാർക്കെല്ലാം ഒന്നും കൊടുക്കാൻ കൊളംബിയ അച്ഛനും പറ്റിയിട്ടില്ല. പക്ഷേ അതാർക്കും പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ കൊളംബിയ അച്ഛന്റെ ജീവിത ശൈലി, അദ്ദേഹം സെക്കൻഡ് ക്ലാസ്സിലെ യാത്രകൾ, കാരണം തേർഡ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെന്താ സെക്കൻഡ് ക്ലാസ് ഞാൻ പറഞ്ഞത്, തേർഡ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനൊന്നും കൂടി ചേർത്തോടെ സാറേ. നമ്മുടെ ഭാരതത്തിന് ഒരേ ഒരു മഹാത്മാഗാന്ധിയേ ഉള്ളൂ. ഭാരതത്തിന് ഒരേ ഒരു മദർ തെരേസയേ ഉള്ളൂ. CMI സഭയ്ക്ക് ഒരേ ഒരു കൊളംബിയ അച്ഛനേ ഉള്ളൂ. എല്ലാവർക്കും കൊളംബിയ അച്ഛനെ പോലെ ആകാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു പരിമിതി ഞങ്ങൾ ഏറ്റുപറയുക തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്.
അതോടൊപ്പം തന്നെ അല്ല, സന്യാസവും ഒരു പരിധി വരെ ഇതാണ് നമ്മുടെ തകരാറ്. നമ്മക്കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ കരുതുന്നത്. കൊളംബിയറച്ചന് സാധിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും സാധിക്കും. മഹാത്മാഗാന്ധിക്കും കൊളംബിയറച്ചനൊക്കെ വ്യത്യസ്തമായ വിളികൾ തന്നെയാണ് കിട്ടിയത്. പക്ഷെ അവരൊക്കെ അവരുടെ വിളിയോടുള്ള വിശ്വസ്തതയിൽ അവർ ത്യജിക്കേണ്ടത് ത്യജിച്ചു. അതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും വന്നില്ല. ഒരു കൊളംബിയറച്ചൻ മാത്രമൊന്നുമല്ല, വേറെ അച്ഛന്മാരെ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. CMI സഭയിൽ ഒത്തിരി അച്ഛന്മാരെ എനിക്കറിയാം. ഞാൻ കൊളംബിയറച്ചൻ എത്രയും വലിയ പദവിയിലിരുന്നുള്ള അച്ഛൻ. ഇപ്പം നാമകരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന ആത്മാവച്ചനെ കുറിച്ച് അച്ഛൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെ? ആത്മാവച്ചന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അദ്ദേഹം ഉപസാരിപ്പിക്കാൻ വരുന്നത് എങ്ങനെയായിരുന്നു? അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആത്മാക്കള് വളരെ വ്യത്യസ്തമായി ഈ സന്യാസ സഭ കേരളത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പദവിയുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് വിശ്വസിക്കാം. ഇപ്പൊ ഈ പറയുന്ന എനിക്ക് ഒന്നും എന്റെ സ്വന്തമായിട്ടില്ല എന്ന് പറയുന്നത് അതിപ്പം ഒരുപക്ഷെ ഒരു എക്സ്ക്യൂസ് പോലെയാ പലപ്പോഴും സാധാരണക്കാർ കരുതുന്നത്. ഇപ്പൊ മെത്രാനച്ചന് എന്റെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടോ? ഒന്നുമില്ല. കത്തോലിക്ക സഭയിൽ ആർക്കും ഒന്നും സ്വന്തമായിട്ടില്ല. പക്ഷെ ആ സ്വന്തമായിട്ടില്ലാത്തവർ ജീവിക്കുന്ന ജീവിത രീതി എന്തുവാ? സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ജീവിത രീതി എന്താണ്? അതാണ് പ്രശ്നം. അതാണ് സാധാരണക്കാർക്ക് മനസ്സിലാകാനാവാതെ വരുന്നത്. പക്ഷെ ഇത്തരക്കാർ ഒറ്റപ്പെട്ടവരാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെക്കാൾ കൂടുതൽ ത്യാഗം സഹിച്ച് ജീവിക്കുന്ന ഒരു ഇതിലുണ്ടെന്നും മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഈ സന്യാസം ഒരു വലിയ തേജോ വിഗ്രഹമായിട്ട് തന്നെ ഇരിക്കുന്നത്. അതെ, അതോടൊപ്പം തന്നെ ധാരാളം കൊളംബിയറച്ചന്മാർ ഇപ്പോഴും നമ്മുടെ സന്യാസ സമൂഹത്തിലെ സന്യാസ ആശ്രമങ്ങളിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് പലപ്പോഴും കൊളംബിയറച്ചന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തുറന്നു വെച്ച പുസ്തകമായിരുന്നു, സമൂഹത്തിന് മുമ്പിൽ തുറന്നു വെച്ച പുസ്തകം. അതുകൊണ്ട് കൊളംബിയറച്ചന്റെ ജീവിതത്തെ എല്ലാവരും നോക്കി കാണാനായിട്ട് സാധിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കൊളംബിയറച്ചനെ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ സാറ് പറഞ്ഞോട് കൂടി ചേർന്നുകൊണ്ട് 100 കൊളംബിയറച്ചന്മാരും മതദേശന്മാരും നമ്മുടെയൊക്കെ സന്യാസാശ്രമങ്ങളിലും മതങ്ങളിലും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെയൊക്കെ ജീവിതം നോക്കി കാണാനായിട്ട് ഞാനത് വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു സത്യം ഞാൻ പറഞ്ഞതാണ്, ഈ കൊളംബിയറച്ചനെ പോലെയുള്ള പദവികളിൽ ഇരിക്കുന്നവർ ഇത് സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ സമൂഹത്തിൽ സന്യാസത്തിന് മൊത്തം വില ഉണ്ടാവും. എനിക്ക് ഈ പദവി കിട്ടിയത് കൊണ്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകേണ്ടതുകൊണ്ട് നമുക്ക് റോയിച്ചനിലേക്ക് തുടരാം. റോയിച്ചൻ, ഞാൻ പറയാൻ ശ്രമിച്ചത് പിന്നെ ഈ സന്യാസത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഉപേക്ഷ അല്ലെങ്കിൽ സംന്യാസം, ന്യസിക്കൽ എന്ന് പറയുന്ന സമ്പൂർണമായ പരിത്യാഗം എന്ന് പറയുന്നത് പരസ്യമായി പ്രകടിപ്പിക്കാൻ പറ്റാത്ത ചില ജീവിത സാഹചര്യങ്ങളിലൂടെ സന്യാസികൾക്ക് അവരുടെ നിയോഗം, സഭ ആവശ്യപ്പെടുന്ന നിയോഗം നിറവേറ്റേണ്ടതിന്റെ പേരിൽ അങ്ങനെ വേണ്ടി വരുന്നു. അതുകൊണ്ട് അവരുടെ ബാഹ്യമായിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ അത് ചിലപ്പോൾ ആഡംബരമായിട്ട് തോന്നിയേക്കാം എന്നുള്ളൊരു ആശയമാണ് ഞാൻ പറയാൻ പറഞ്ഞത്. പക്ഷേ TDP പറഞ്ഞത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിലൂടെ തന്നെ നടക്കുന്ന എന്നെ പോലെയുള്ള സന്യാസികൾ എല്ലാവരും അത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഏത് തസ്തികയിൽ ഇരുന്നാലും ലളിത ജീവിതം നയിക്കാം. പക്ഷെ ആ ഒരു ലാളിത്യം ഞാൻ അനുഭവിക്കുന്നത് എന്റെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലാണ്, സ്വകാര്യമായ ജീവിതത്തിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയും ഔദ്യോഗികമായ ജോലിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സ്വകാര്യമായ കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് ഓരോരുത്തരും തിരിച്ചറിയുമ്പോഴാണ് അയാൾ ഒന്നുമില്ലാത്തവനായിട്ടാണ് അവസാനം ഓരോ ദിവസവും ദൈവത്തിന്റെ തിരുമുമ്പിൽ ഉറങ്ങാൻ പോകുമ്പോൾ നന്ദി പറയുമ്പോൾ ഒന്നുമില്ലാത്തവനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഫീലാണ്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു അനുഭവം. വ്യക്തമാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ, രണ്ടാമത്തെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി പറയാം. ഈ അവഹേളനങ്ങളുടെ, സന്യസ്തർക്കെതിരെ നടക്കുന്ന അവഹേളനങ്ങളുടെ ഈ ഒരു ഘോഷയാത്രയെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു ഫാദർ റോയ് കണ്ണഞ്ചിറ? രണ്ട് രീതിയിലാണ്. ഒന്ന്, സന്യാസ ജീവിതം, ക്രൈസ്തവ സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയാണ്. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിത ശൈലിയാണ്. അത് ക്രിസ്തു സ്ഥാപിച്ച ജീവിത ശൈലി, ക്രിസ്തു ജീവിച്ച ജീവിത ശൈലി. അപ്പോൾ അദ്ദേഹം ഒരു യഹൂദനായിരുന്നു, ഈശോ ഒരു യഹൂദനായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. യഹൂദരുടെ ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കടി തിരിച്ചടി എന്നുള്ളതായിരുന്നു. ആ ശൈലി സ്വീകരിക്കുന്ന നിരവധി മതസമൂഹങ്ങൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ശൈലിയിൽ തന്നെ വളർന്ന് ആ ഒരു സാമൂഹിക പ്രതികരണ ശൈലി നിലനിന്നിരുന്ന ഒരു മതത്തിൽ വിശ്വസിച്ച ക്രിസ്തു, പക്ഷേ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിട്ട് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച ദൈവപുത്രനാണ്, മനുഷ്യനായിട്ട് അവതരിച്ച ദൈവപുത്രനാണ്. ആ ദൈവപുത്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില വാല്യൂസ്, ചില മൂല്യങ്ങൾ ഇവിടെ നിലനിർത്താനുണ്ടായിരുന്നു. ആ മൂല്യങ്ങൾ സ്വീകരിച്ചു വളരുന്ന ഒരു സമൂഹത്തിലാണ് ദൈവരാജ്യം അദ്ദേഹം സ്വപ്നം കണ്ടത്. അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും ഒക്കെ ഒരു ജീവിതശൈലിയായിരുന്നു. അപ്പോൾ അതാണ് ക്രൈസ്തവ ജീവിത ശൈലിയുടെ പ്രത്യേകത. അത് തന്നെയാണ് ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ അനുവർത്തിക്കും.
ഇവിടെ ക്രൈസ്തവ സന്യാസം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഉന്നതമായ ജീവിതശൈലിയാണ്. കുറച്ചുകൂടി തീവ്രമായ രീതിയിൽ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ ജീവിക്കുന്ന ഒരു ജീവിതശൈലി. ഇവിടെ എന്തുകൊണ്ടാണ് ഇന്ന് ക്രൈസ്തവ സന്യാസം കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് വന്നാൽ, ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ആക്ഷേപിക്കുന്നവൻ രണ്ടു കാലിൽ തന്നെ നടന്നു പോകും എന്ന് ഉറപ്പുള്ള ഒരു സോഴ്സ്, ആക്ഷേപത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അത് ക്രിസ്തു മതം തന്നെയാണ്. ക്രൈസ്തവനെ ആർക്കും ആക്ഷേപിക്കാം, ക്രൈസ്തവ സന്യാസിനിയെ ആർക്കും ആക്ഷേപിക്കാം, സന്യാസത്തെ ആക്ഷേപിക്കാം. ആക്ഷേപിക്കുന്നവന്റെ നാവ് കണ്ടിച്ചെടുക്കുന്നില്ലല്ലോ, ആക്ഷേപം എഴുതുന്നവന്റെ കൈ വെട്ടിയെടുക്കുന്നില്ലല്ലോ, ആക്ഷേപം പ്രസംഗിക്കുന്നവന്റെ കഴുത്തിന് മുകളിൽ തല ഇപ്പോഴും ഉണ്ടല്ലോ. കാരണം എന്താ? അത്തരത്തിൽ ക്രൈസ്തവർ എത്രമാത്രം ആക്ഷേപിച്ചാലും എത്രമാത്രം അവഹേളിച്ചാലും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന പ്രാകൃതമായ ഒരു ന്യായപ്രമാണം ക്രൈസ്തവർ ശീലിക്കുന്നില്ല. അവർ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ജീവിക്കാൻ പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമം തന്നെയാണ് അവരുടെ ജീവിതവും. അത് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. അത് തന്നെയാണ് സന്യാസത്തെ പറ്റിയും എനിക്ക് പറയാനുള്ളത്. സന്യാസികൾ എല്ലാവരും, ഈ ഉടുപ്പിട്ട് ഈ സന്യാസത്തിലേക്ക് വരുന്ന എല്ലാവരും ഈ പൂർണ്ണമായ സന്യാസികളാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാനുമായി തീർന്നിട്ടില്ല, പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സന്യാസിയുടെയും ക്രിസ്തുവിന്റെ മൂല്യങ്ങളോട് ചേർന്ന് ജീവിക്കുവാനുള്ള നിരന്തരമായ പരിശ്രമമാണ് അയാളുടെ സാധനയും അയാളുടെ പ്രാർത്ഥനയും. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ജീവിതത്തെ ആക്രമിക്കുന്നവരോട് ആക്രമണത്തിൻ്റെതായ രീതിയിൽ പ്രതികരിക്കാൻ ഒരിക്കലും ഒരു സന്യാസി, ക്രൈസ്തവ സന്യാസി മുതിരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യതയെ എല്ലാ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപ്രാപ്യമെന്ന് തോന്നുന്ന ഈ ഒരു ജീവിത അവസ്ഥയെ ആക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പബ്ലിസിറ്റി, അത് എങ്ങനെ മാർക്കറ്റ് ചെയ്ത് കച്ചവടമാക്കി മാറ്റി തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വ്യൂസിനെ കൂട്ടി ഷെയർ കൂട്ടി എങ്ങനെയെങ്കിലും അല്പം വരുമാനം ഉണ്ടാക്കി ജീവിക്കാം, ഉപജീവന മാർഗത്തിന് വേണ്ടി ഉന്നതമായ ജീവിത ദർശനം സൂക്ഷിക്കുന്നവരെ ആക്രമിക്കുക എന്നുള്ളത് ഇന്ന് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഒരു നവമാധ്യമ കച്ചവട തന്ത്രമാണ് എന്ന് മാത്രമേ ഞാൻ കരുതുന്നു. ലോകത്ത് ആകമാനം ക്രൈസ്തവ സമൂഹം ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ കത്തി, ചിലയിടങ്ങളിൽ തോക്ക്, ചിലയിടങ്ങളിൽ ബോംബ്, ചിലയിടങ്ങളിൽ തീവയ്പ്. പക്ഷെ സമാനമായ ആക്രമണ സ്വഭാവം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ചെറു വിഭാഗം നമ്മുടെ കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് നമ്മുടെ ഈ ജനാധിപത്യ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ തോക്കെടുക്കാനായിട്ടോ അല്ലെങ്കിൽ വാളെടുക്കാനായിട്ടോ ഒന്നും സാധിക്കുകയില്ല. അവരുടെ മുമ്പിലുള്ള ഏക ആയുധം എന്ന് പറയുന്നത് ഇടയന്മാരെ അടിക്കുക, ആടുകളെ ചെതറിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഹൈരാർക്കിക്കൽ സ്ട്രക്ചർ ഉള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സന്യാസം, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം. അതുകൊണ്ട് നേതാക്കന്മാരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആടുകൾ ചിതറിക്കുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ കത്തോലിക്ക സഭയെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു പോൻവഴി മാത്രമാണ് അവരുടെ മുമ്പിലുള്ള എളുപ്പവഴി, അത് നേതാക്കന്മാരെ ആക്രമിക്കുക. അതുകൊണ്ട് ലോകത്തെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആ വലിയ സങ്കല്പത്തിന്റെ ചെറു പതിപ്പുകളാണ് ഇന്ന് കേരളത്തിൽ സന്യാസ സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ പൊതുസമൂഹം ദർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്രസക്തമായ ആശയമാണ് ഫാദർ ജോൺസൺ പങ്കുവച്ചത്. സിസ്റ്റർ ആൻസി പോൾ എസ്, സന്യസ്തരുടെ, സന്യാസിനികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അങ്ങ് ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നത്. സന്യസ്തരുടെ രക്ഷകരായി വ്യാജേന ചമഞ്ഞ് എത്തുന്നവർ പറയുന്നത് പോലെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അടിച്ചമർത്തപ്പെട്ട, മനുഷ്യാവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ട, സ്വപ്നങ്ങൾ അടിച്ചമർത്തപ്പെട്ട കുറേ ജീവിതങ്ങളാണോ കോൺവെന്റുകളിൽ, കേരളത്തിലെ കോൺവെന്റുകളിൽ കഴിയുന്നത്? അങ്ങയുടെ ഇത്രയും നാളത്തെ സന്യാസ ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്, സിസ്റ്റർ ആൻസി പോൾ എസ്? ഒരു സാധാരണ പെൺകുട്ടി മനസ്സിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ ഉന്നതമായ സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടും താലോലിക്കുന്നത് കൊണ്ടുമാണ് ഒരു പെൺകുട്ടി സന്യാസം തിരഞ്ഞെടുക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഉന്നതമായ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു ജീവിതത്തെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ പരിമിതപ്പെട്ടു പോകുന്നതാണ്. വിവാഹം എന്ന സങ്കല്പം, അത് സാധാരണ ഒരു ജോലി, അതിനപ്പുറത്തേക്ക് വിശാലമായ ലോകത്തിന്റെ കാര്യങ്ങളെ അവർക്ക് പഠിക്കാനോ ആ കാര്യങ്ങളിൽ ഇടപെടാനോ ഒരു സാധാരണ പെൺകുട്ടിക്ക് സാധ്യമല്ല. അങ്ങനെ ആകുന്നുമില്ല. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ പരിമിതമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സന്യാസത്തിൽ ഒരു അംഗമാകുന്നതോടുകൂടി ഒരു സമർപ്പിത അഭിമുഖീകരിക്കുന്നതും അനുഭവിക്കുന്നതും എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന പരിമിതിയിൽ നിന്ന് വളരെ വിശാലമായ ഒരു ലോകത്തെയാണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു കിണർ
അത് ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതേസമയം ഒരു പുഴ എന്ന് പറയുന്നത് അത് ആ പുഴ ആരംഭം തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള എല്ലായിടവും ആ പുഴയാണ്. ആ പുഴയുടെ ആ പുഴയിൽ ആർക്ക് വേണമെങ്കിലും പറഞ്ഞാൽ ആ പുഴ ഒഴുകുന്ന എല്ലാ ഇടങ്ങളിലും ഉള്ളവർക്ക് ആ വെള്ളം യഥേഷ്ടമായിട്ട് ലഭ്യമാകുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോ ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് ഒരു സന്യാസത്തിലേക്ക് ഒരു വ്യക്തി പറിച്ചു നടപ്പെടുമ്പോൾ സത്യത്തിൽ ഒരു പുഴ പോലെയായി മാറുകയാണ്. എല്ലാവർക്കും സംലഭ്യരാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇനി നമുക്കറിയാം, സന്യാസത്തെ കുറിച്ച് ശരിക്കും വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം കമന്റ്സുകൾ പറയുന്നത്. ഒരു സമർപ്പിതയെയോ ഒരു സമർപ്പിതരുടെ സ്ഥാപനത്തിൽ പഠിക്കുകയോ അവിടെ ജോലി ചെയ്യുകയോ വരികയോ ചെയ്യുന്ന ഒരാളും ഇത് പറയത്തില്ല. ഇന്ന് സമർപ്പിത ലോകത്തേക്ക് ചിന്തിച്ചു നോക്ക്. രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി ഇടപെടുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്ന സമർപ്പിതരാണ്. ഞങ്ങളുടെ സമർപ്പിതർക്കിടയിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയർമാരുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നമുക്കറിയാം, എന്താ പറയാ, ISROയിൽ നിന്ന് ആ രീതിയിൽ പോലുമുള്ള രംഗത്തോട്ട് പോയിട്ട് തിരിച്ചു വന്ന പെൺകുട്ടികളുണ്ട്. അപ്പൊ സന്യാസത്തിൽ ഒരു വലിയൊരു സ്വപ്നമുള്ളത് കൊണ്ട് സാധാരണ ജീവിതത്തെക്കാൾ ഉന്നതമായിട്ടുള്ള ആദർശവും ലക്ഷ്യവും മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടും ജീവിതം ഒരു പരിമിതിയിൽ ഒതുക്കി നിർത്താതെ ആ ജീവിതം ലോകത്തിന്റെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ്. വെറുതെ ആരും തള്ളിവിടുന്നതല്ല ഒരു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിൽ പറയാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ സന്യാസ സമൂഹങ്ങള്, ഞങ്ങളുടെ സഭയുടെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന നവീകരണ കാര്യങ്ങള്, അതേപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകള്, ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോവുക? ഇന്നിപ്പോ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും സ്കൂൾ സ്ഥാപനങ്ങൾ എടുത്തു നോക്കട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ, കോളേജുകളാവട്ടെ, ഹോസ്പിറ്റലുകളാവട്ടെ, അവിടെയൊക്കെ വളരെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനങ്ങളുണ്ട്. സിസ്റ്റർ, ഒരു കാര്യം വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഇടപെടുകയാണ്. ഒരു നവസന്യാസിനി മഠത്തിലേക്ക് വരുന്നു. ആ ഒരു സന്യാസിനിക്ക് ഇപ്പം എത്ര വേണമെങ്കിലും പഠിക്കാം. ഇപ്പം ഇപ്പം ഒരു BTech പഠിക്കുക, അല്ലെങ്കിൽ MBBSന് പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിക്കണം. ആ ഒരു സന്യാസിനിയുടെ ആഗ്രഹത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും പഠിക്കുവാനുള്ള ഒരു സ്വന്തമായി എത്ര നല്ല ജോലി, ഏത് ജോലി തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം സന്യാസ സഭകൾ നൽകുന്നുണ്ടോ? ഓരോ സന്യാസ സഭയ്ക്കും അവരവരുടേതായിട്ടുള്ള പ്രേക്ഷിത മേഖല കാരിസം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ കാരിസം എന്ന് പറയുന്നത് കരുണയാണ്, കരുണാർദ്രമായ സ്നേഹം പങ്കുവെക്കുക എന്നാണ്. ആ കാരിസത്തിനനുസരിച്ചിട്ടുള്ള പ്രേക്ഷിത മേഖലകളാണ് ആ സന്യാസ സഭ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ ആ രീതിയിൽ വരുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പൊ ഫോർമേഷനിലേക്ക് ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഫോർമേഷൻ പീരീഡ് ഈ ആളുടെ അഭിരുചികൾ എന്താണ് എന്ന് ഫോർമേഷൻ കാലഘട്ടത്തിൽ തിരിച്ചറിയുന്നുണ്ട്. എനിക്കപ്പോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് എനിക്ക് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറായിരുന്നു, അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ടീച്ചിങ് ഫീൽഡിൽ ആ അഭിരുചിയുണ്ട്, കഴിവുണ്ട്, ടാലന്റഡ് ആണ് എന്ന് ഫോർമേഷൻ കാലത്ത് തന്നെ അധികാരികൾ തിരിച്ചറിയുമ്പോൾ എന്റെ താല്പര്യം അവർ ചോദിക്കും പ്രധാനമായിട്ട്. അപ്പൊ എനിക്ക് അതിൽ അഭിരുചിയുണ്ട്, പക്ഷെ ഞാൻ പറയുകയാണ് എനിക്ക് അതിനേക്കാൾ താല്പര്യം എനിക്ക് ജീവകാരുണ്യ മേഖലയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തിയുടെ അഭിരുചിയും താല്പര്യവും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ട് മാത്രമാണ് അതാത് സമൂഹങ്ങളിൽ ആ വ്യക്തിയെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ മേഖലയിൽ ഒരു വ്യക്തി ടാലന്റഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ എത്ര വേണമെങ്കിലും പഠിപ്പിക്കും. ആ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത് വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സഭയുടെ കാരിസം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ റോയിച്ചൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്കും കൂടെ ഞാൻ പെട്ടെന്ന് കടന്നിലേക്കാണ്. സാർ ചോദിച്ചിരുന്നു, ഒരു സാധാരണ ആളുകൾ ഈ ജോലി ചെയ്യുന്നില്ലേ, ഒരു ടീച്ചർ ചെയ്യുന്നില്ലേ, ഒരു ഡോക്ടർ ചെയ്യുന്നില്ലേ, എന്താ വ്യത്യാസം എന്ന് പറയും. ഒരു സന്യാസത്തിന് ഒരു ജീവിത ശൈലിയുണ്ട്. ഒരു ഇന്റേണൽ ലൈഫാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ആത്മീയമായ ഒരു തലമുണ്ട്, ഒരു പ്രേക്ഷിതമായ ഒരു തലമുണ്ട്. ഒരു വ്യക്തിയുടെ ഇന്റേണൽ ജേർണി, ആത്മീയമായ യാത്രയിൽ നിന്ന് ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച് ആ ക്രിസ്തുവിനെ ധ്യാനിച്ച് ആ വ്യക്തിത്വ സവിശേഷതകൾ ഒരു വ്യക്തി തന്റെ ധ്യാനത്തിലൂടെയും മനനത്തിലൂടെയും ആർജിച്ചെടുത്ത് സ്വന്തമാക്കിയെടുത്തിട്ട് ആ സ്നേഹമാണ് അതാത് സന്യാസത്തിന്റെ കാരിസം അനുസരിച്ച് ഓരോ ഫീൽഡിലേക്ക് കൊടുക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഞാനൊരു SHL സിസ്റ്റർ ആണ്. ഞാനൊരു ടീച്ചർ ആയിരിക്കുന്നത് ഒരുപക്ഷെ ഒരു ആരാധനയിലെ സിസ്റ്റർ, എന്ന് പറഞ്ഞാൽ SABCയിലെ ഒരു സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന പോലെയല്ല. എന്റെ ശുശ്രൂഷ മേഖലകളിൽ എനിക്കെപ്പോഴും എന്റെ കാരിസമുണ്ട് പ്രധാനമായിട്ട്. അപ്പൊ അവിടെ ഞാൻ ചെയ്യുന്നത് എന്റെ അധ്യാപനത്തോടൊപ്പം തന്നെ എന്റെ കാരിസവും കൂടെ ജീവിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ലൈഫും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്താണ് പതറിപ്പോകുന്നത്? മിക്കവാറും ഈ ഇന്റേണൽ ജേർണി അതെവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് ആവും. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയും, ഉന്നതമായ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിലെ ഈശോയുടെ വ്യക്തിത്വം അത് എനിക്ക് അത്ര തീവ്രമായിട്ട് എനിക്ക് ആകർഷിക്കപ്പെട്ടിട്ടാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നത്, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. ഇതില്ലാത്തൊരു വ്യക്തിക്ക് സമർപ്പണ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റുകയുമില്ല.
പരാജയങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും പാതി വഴിയിൽ വെച്ച് നമ്മുടെ ആത്മീയ ജീവിതം അത് മുരടിച്ചു പോവുകയും നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ധ്യാനമില്ലാതെ പോകുന്നു, മനനമില്ലാതെ പോകുന്നു, വിചിന്തനമില്ലാതെ പോകുന്നു, ആത്മവിമർശനമില്ലാതെ പോകുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പരാജയമായിട്ടേ തോന്നത്തുള്ളൂ. ഇത് ലോകത്തിന്റെ ഒരു പഴയ സിസ്റ്റർ അത് വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. അതുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചില സിസ്റ്റർ ലൂസിമാരും സിസ്റ്റർ ജസ്മിമാരും ഒക്കെ ഈ സന്യാസ സഭകളിൽ സൃഷ്ടിക്കപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു 2 യാത്രയുണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു വ്യക്തിപരമായ ഒരു സമർപ്പണത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, കുടുംബ ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും. അപ്പോ അവർ തമ്മിൽ വിശ്വസ്തരല്ല എങ്കിൽ, അവരുടെ സ്നേഹം ഊഷ്മളമാകുന്നില്ലെങ്കിൽ, അവരുടെ സമർപ്പണം പൂർണ്ണമാകുന്നില്ലെങ്കിൽ അവര് വേറെ വഴി തേടി പോകും. അത് സാധാരണമാണ്. മാത്രമല്ല, എങ്ങനെയാണ് സംതൃപ്തി ഒരു വ്യക്തിക്ക് കിട്ടുക? ഒരു ഭാര്യ ഭർത്താവിന് സംതൃപ്തി കിട്ടുന്ന എങ്ങനെയാണ്? അവരുടെ പരസ്പരമുള്ള സമർപ്പണത്തിലൂടെ 2 തരത്തിലുണ്ട്. വെറുതെ ഞാനൊരു ശാരീരത്തിന്റെ സമർപ്പണത്തിലൂടെ പരസ്പരം അറിയുന്നതിലൂടെയാണ് ആ ജീവിതം പൂർണ്ണമാക്കുന്നത്. ഒരു സന്യാസത്തിൽ നിശ്ചയമായും ഒരു വ്യക്തി അടുത്ത് അനുഗമിക്കുന്നത് തന്റെ ക്രിസ്തുവിനെയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ജീവിതമാണ് അവർ ആകർഷിക്കപ്പെടുന്നത്, ക്രിസ്തുവിന്റെ ജീവിതമാണ് ധ്യാനിക്കുന്നത്, ക്രിസ്തുവിന്റെ വചനമാണ് ശക്തി നൽകുന്നത്. ഇത് എന്റെ ആത്മീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ എവിടെ വെച്ച് എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഈ മാനം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവോ, ഞാൻ ലോകത്തിന്റെ ചായ്വുകളിലേക്ക് പോകുന്നുവോ, അപ്പോൾ തീർച്ചയായിട്ടും ലൂസിമാരും ജസ്മിമാരും വളരെ വ്യക്തമായി തന്നെ അങ്ങ് അവതരിപ്പിച്ചു. ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA, ആദ്യമേ തന്നെ അങ്ങേക്ക് അഭിനന്ദനങ്ങൾ. കാരണം ആ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന ആ ഒരു വീഡിയോ പരമ്പരയിൽ അങ്ങ് ചെയ്ത സന്യാസത്തെക്കുറിച്ച് അങ്ങ് ചെയ്ത ആ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പൊതുസമൂഹത്തിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായി, വലിയ രീതിയിലൊരു മാറ്റങ്ങൾക്ക് അത് വഴി തെളിച്ചു. ഏത് സാഹചര്യത്തിലായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യാൻ അങ്ങ് തയ്യാറായത്? അതോടൊപ്പം തന്നെ ആ ഒരു വീഡിയോയുടെ ടൈറ്റിലിൽ അങ്ങ് പറഞ്ഞതുപോലെ നിഗൂഢതകളുടെ ഒരു നിലവറകളായി മാറുകയാണോ നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങൾ? അങ്ങ് കന്യാസ്ത്രീ മഠങ്ങളിലൂടെ നടത്തിയ ആ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിൽ നിന്ന് അങ്ങേക്ക് എന്താണ് മനസ്സിലായത്, ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA? നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് സന്യാസത്തിന്റെ ജീവിത വഴികളിൽ എവിടെയോ വെച്ച് സന്യാസത്തിന്റെ അരൂപി കൈമോശം വന്ന ചിലരെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ സന്യാസത്തിന്റെ പ്രതിനിധികളായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇതാണ് സന്യാസം എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് അത്യധ്വാനം ചെയ്യുന്നതായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതിനപ്പുറത്തും സന്യാസത്തിന് ചിരിക്കുന്ന പ്രസന്നമായ ഒരു മുഖം ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ കാണിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. ഇന്ന് ഭാരതത്തിൽ ഏകദേശം കണക്കനുസരിച്ച് 1.25 ലക്ഷത്തോളം സന്യാസിനിമാരുണ്ട്. ഈ 1.25 ലക്ഷത്തോളം സന്യാസിനിമാരുടെ മുഴുവൻ പ്രതിനിധികളായിട്ട് 3, 4 അല്ലെങ്കിൽ 10, 20 സന്യാസികളെ മാത്രം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന്റെ മാധ്യമ ധർമ്മം എന്താണ് എന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ചോദിച്ചുകൊട്ടെ. കുടുംബജീവിതത്തിൽ ഒരുപക്ഷെ കാമുകനെ സ്വന്തമാക്കാനായിട്ട് ഭർത്താവിന് വിഷം കൊടുത്തു കൊല്ലുന്ന, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കാനായിട്ട് സ്വന്തം മക്കളെ കൊല്ലുന്ന അമ്മമാരൊക്കെ ഉള്ള നാടാണിത്. ആ അമ്മമാരെയൊക്കെ അമ്മമാരുടെ പ്രതിനിധികളായിട്ട് വിളിച്ചിരുത്തുവാനായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ചാനലുകാര് ഇവിടെ റെഡിയാകുന്നുണ്ടോ? ആ സമയത്ത് തന്നെയാണ് സന്യാസത്തിന്റെ അരൂപിയും ജീവിത വഴികളിൽ വെച്ച് കൈമോശം വന്ന ഏതാനും സന്യാസിനിമാരെ ചാനലിൽ വന്ന് വിളിച്ചിരുത്തി ഇതാണ് യഥാർത്ഥ സന്യാസം എന്ന് ലോകത്തോട് പറയുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങൾ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ സന്യാസിന് മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് ഈ പൊതുസമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ആത്മാവ് എന്നെ തോന്നിപ്പിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സന്യാസത്തിന്റെ ചിരിക്കുന്ന മുഖങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു ചെറിയൊരു ഭൂപ്രദേശത്തെ മാത്രം, കോതമംഗലം രൂപത എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ ഏതാനും മഠങ്ങൾ മാത്രമാണ് ഞാൻ സഞ്ചരിച്ചത്. ഈ ഒരു പ്രൊജക്ട് എന്റെ മനസ്സിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് കുറേയേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, ഒരുപക്ഷെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ അധികം ഒന്ന് പ്രത്യക്ഷപ്പെട്ട തന്റെ ജീവിതത്തെ കുറിച്ച് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് പരിചയമില്ലാത്ത സന്യാസിനികൾ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പറയുമ്പോൾ അവരെങ്ങനെയായിരിക്കും ഇതിനെ അഭിമുഖീകരിക്കുക. അതോടൊപ്പം തന്നെ സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിന്റെ ഒരു ജീവിതമല്ല. പ്രത്യേകിച്ച് മീഡിയയ്ക്ക് മുമ്പിലൊക്കെ വരുമ്പോഴേക്കും അവർക്ക് അധികാരികളുടെ അനുവാദമൊക്കെ കിട്ടേണ്ടതുണ്ട്. ഇങ്ങനെ പലവിധ കടമ്പകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വേണമായിരിക്കണമല്ലോ ഈ 101 സന്യാസികളുടെ അഭിമുഖം എടുക്കേണ്ടത് എന്നുള്ള ധാരണ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ സ്വപ്നവുമായിട്ട് സന്യാസി മഠങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ
എന്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കയൊക്കെ തീർച്ചയായിട്ടും അസ്ഥാനത്തായി. അവിടെ ഞാൻ സത്യമായിട്ട് പറയട്ടെ, ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോർണറിൽ നിന്ന് പോയിരിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പോസിറ്റീവാ മാത്രമല്ല ഞാൻ പറയുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള ചില കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞു, നന്നായി പരിശീലിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇത് നല്ല പരസ്യം, സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിരിക്കുന്നു, നല്ല വെളുപ്പിക്കലാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് സംസാരിച്ചത്, നല്ല കാശ് മുടക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ നിരവധിയായ ആരോപണങ്ങൾ കിട്ടും. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് കമന്റുകളെക്കാൾ കൂടുതലായിട്ട് എനിക്ക് കിട്ടിയ ചില നെഗറ്റീവ് കമന്റുകളാണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത്. കാരണം ഞാൻ ആർക്കാണോ ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിച്ചത് അവർക്ക് ഉത്തരം കിട്ടിയപ്പോൾ അവരുടെ ഉത്തരമില്ലായ്മയുടെ മറുഭാഷയായിട്ടാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ വന്നത് എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ 3 ദിവസമാണ് ഈ വീഡിയോ തയ്യാറാക്കാൻ എടുത്തത്. അതിന്റെ ചില അനുഭവങ്ങൾ പറയട്ടെ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഓരോ സന്യാസ മഠങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോഴും ഒരു സ്ക്രിപ്റ്റ് പോലും, ഒരു വാചകം പോലും എഴുതി തയ്യാറാക്കാതെയാണ് അങ്ങോട്ടേക്ക് കടന്നു. അപ്പോൾ ആ മഠത്തിലുള്ള ഏതാനും പേര് ഒരുമിച്ച് കൂട്ടുന്നു, മഠത്തിൽ അതിനുശേഷം ഈ വിഷയം അവതരിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ സന്യാസ അനുഭവം എന്താണ് എന്ന് ഒറ്റ വാചകത്തിൽ നിങ്ങൾ തന്നെ പറയുക. നിങ്ങളുടെ സന്യാസ അനുഭവം നിർവചിക്കാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുത്തുകാരനായ ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുത്തുകാരനാണെങ്കിൽ എനിക്കത് സാധിക്കുകയില്ല. അത് എഴുതി കൊടുത്ത ആ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആത്മാർത്ഥത ഉണ്ടാകില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരുടേതായ സന്യാസ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ശേഷം നമുക്കറിയാലോ, ഈ 101 പേരുടെ സന്യാസാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് വെറും 6 മിനിറ്റ് 51 സെക്കൻഡ് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് ഈ വാചകങ്ങളെ കാച്ചിക്കുറുക്കി ഒരു ഏതാനും വാക്കുകൾ ഉൾപ്പെടുന്ന ഒരു വാചകമാക്കാനായിട്ട് ചില ആശയപരമായിട്ടുള്ള മിനിക്കൂടികൾ മാത്രമേ അവിടെ ഞാൻ നടത്തിയിട്ടുള്ളൂ. പിന്നെ ഇതൊരു പരസ്യമായിട്ട് തോന്നുന്നവരോട് എനിക്ക് ഇതൊരു പരസ്യമായിട്ട് തന്നെ നിങ്ങൾ എടുത്തോളൂ. ഇതൊരു പരസ്യം തന്നെയാണ്. കാരണം സന്യാസ സമൂഹത്തിൽ പ്രസന്നമായ മുഖങ്ങളുണ്ട്, ചിരിക്കുന്ന കന്യാസികൾ ഏറെയുണ്ട്. നമ്മുടെ സന്യാസത്തിന്റെ മുഖം ദീപ്തമാണ് എന്നുള്ളതിന്റെ പരസ്യമായിട്ട് തന്നെയാണ് ഇത് ഞാൻ ചെയ്തത് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ. ഞാൻ ഇപ്പൊ തന്നെ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതൊരു വെളുപ്പിക്കലാണെന്ന് പറയുന്നവർ നിങ്ങൾ അങ്ങനെ തന്നെ ഇതൊരു വെളുപ്പിക്കൽ തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ മാധ്യമങ്ങളില്, മുഖ്യധാര മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഒക്കെ ഏതാനും ഒറ്റപ്പെട്ട സന്യാസ ജീവിതങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതാണ് സന്യാസ ജീവിതം എന്ന് പറയുമ്പോൾ ഇതിന് മറുവശത്തും ഇങ്ങനെയും സന്യാസ ജീവിതത്തിന്റെ ഒരു വെളുത്ത മുഖമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അത് വെളുപ്പിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെളുപ്പിക്കൽ തന്നെയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. പിന്നെ വേറൊരു ആക്ഷേപമായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം, അതായത് അഭിനയശേഷിയും സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കാനായിട്ട് കഴിവുള്ളവരെ മാത്രം സ്പോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഓഡിഷനിലൂടെയോ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ സിനിമാക്കാരൊക്കെ ചെയ്യുന്നത് പോലെ കാസ്റ്റിങ്ങിലൂടെ മാത്രം പ്രത്യേക സിദ്ധിയുള്ളവരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുവാനായിട്ട് സന്യാസിനിമാര് ക്യൂ നിൽക്കുകയായിരുന്നു. വർദ്ധിച്ച വീര്യത്തോടു കൂടി. ഞങ്ങൾക്ക് അവരുടെ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു തിരുത്തലുള്ള ആവശ്യം വേണ്ടി വരുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് സമൂഹം അവരെ കരുതിച്ച് കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പ്രതിഷേധം അവരുടെ ഉള്ളിൽ തട്ടുകയായിരുന്നു. അപ്പോൾ അവരുടെ പ്രതിഷേധം അറിയിക്കാനായിട്ട് ഒരു വേദി ഇല്ലാത്തതിന്റെ വേദന അവരുടെ വാക്കുകളിലും അവരുടെ ബോഡി ലാംഗ്വേജുകളിലും കണ്ണുതുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്റെ എഫേർട്ട് ഇതിന്റെ അകത്തൊരു ബിഗ് സീറോ ആണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ വേറെ ആരോടും നല്ല കാശ് മുടക്കിയിട്ടുണ്ടല്ലോ എന്ന്. എന്റെ സഹോദര, ഈ സംഗതി എടുത്തത് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്ത്. എനിക്കിതിന് വേണ്ടിയിട്ട് ഒരു കാശ്, എന്റെ ഒരു ചെറിയ ലാപ്ടോപ്പിലാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്തത്. 1 രൂപ പോലും മുടക്കേണ്ടി വന്നിട്ടില്ല. എന്റെ കൂടുതലുണ്ടായിരുന്ന ജെയ്സൺ കുട്ടിന എന്ന് പറഞ്ഞ ചാവറമ്മിന്റെ ഡയറക്ടറാണ് ക്യാമറ എടുക്കുന്നത്. 1 രൂപ പോലും 1500 രൂപയുടെ പെട്രോൾ അടിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ അത് വന്നിരിക്കുന്ന ഏക ചെലവ്. അതുകൊണ്ട് ഈ വീഡിയോ ആരെയെങ്കിലൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിസ്സഹായനാണ്. അഥവാ ആരെയെങ്കിലൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവര് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സന്യാസത്തെ കരുതേച്ചു കാണിക്കാനായിട്ട് നടത്തിയ പരിശ്രമങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തകർന്നടിഞ്ഞു പോയതിന്റെ വേദനകളാണ് ഇത്തരത്തിലുള്ള ചില കമന്റുകളായിട്ട് പുറത്തു വന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതെന്നെ ആനന്ദിക്കുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതിനെ വളരെ വിഗ്രഹമായിട്ട്, അല്ലെങ്കിൽ കഥകളുടെ ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് കാണുക. അത് എനിക്ക് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള എല്ലാ നെഗറ്റീവ് കമന്റുകളും ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് കിട്ടിയ അംഗീകാരമായിട്ട് ഞാനത് കണക്കാക്കുകയാണ്. ഇതാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുണ്ടായിരുന്ന അരുൺ. കേരള മനസാക്ഷി തന്നെ കണ്ണുറപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഫാദർ ജോൺസൺ പാലപ്പള്ളി നടത്തിയത്. ശ്രീ ടി ദേവപ്രസാദ്,
നേരത്തെ ഫാദർ ജോൺസൺ പാലപ്പള്ളി പറഞ്ഞതിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ വന്നിരുന്നു. അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണ്. പലപ്പോഴും ഈ സന്യാസ ജീവിതവും അല്ലെങ്കിൽ കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ അവർ വിളിക്കുന്നത് ഈ സന്യാസ ജീവിതത്തിൽ അസംതൃപ്തരായ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വ്യക്തികളെയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിലൊക്കെ പേരുകെട്ടവരാണ്. ഈ സന്യാസ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു ചർച്ച നടത്തുമ്പോൾ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കോൺവെന്റുകൾ ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇവർക്ക് നടത്തിക്കൂടെ? അതിൽ നിന്ന് യഥാർത്ഥ സന്യാസ ജീവിതം എന്താണ് എന്നതിനെ പറ്റി ഒരു കൃത്യമായ ഒരു ചിത്രം ഇവർക്ക് ലഭിക്കത്തില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരക്കാരെ വിളിച്ചിരുത്തി സന്യാസ ജീവിതത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങൾ സംഘടിപ്പിക്കുന്നത്? ശ്രീ ടി ദേവപ്രസാദ്. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കച്ചവട തന്ത്രം. പിന്നെ എനിക്ക് കൃത്യമായ തെളിവുകളൊന്നും പറയാൻ പറ്റില്ലെങ്കിലും സഭയ്ക്കെതിരെ ബോധപൂർവമായി നടത്തുന്ന ചില സംഘടിത ശ്രമങ്ങളുടെ ശക്തികളുടെ ഒരുപക്ഷെ സാമ്പത്തിക അടക്കമുള്ള പിൻബലം ഇതിന്റെ പിറമ്പിൽ ഉണ്ടാകാമെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഒരു മാധ്യമത്തെ കുറിച്ചൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുപോലെ അച്ഛൻ പറഞ്ഞ ഒരു അഭിപ്രായം എന്നെയും പലപ്പോഴും എന്നെ വല്ലാതെ മതിക്കുന്ന ഒരു അഭിപ്രായമാണ് അച്ഛൻ പറഞ്ഞത്. അതായത് അച്ഛൻ പറഞ്ഞതുപോലെ ഭർത്താവിനെ വഞ്ചിച്ച് മക്കളെ കൊന്നു പോകുന്ന ഒരമ്മയെ അമ്മമാരുടെ പ്രതിനിധിയായി ചാനലിലാരും അവതരിപ്പിച്ച് കണ്ടിട്ടില്ല. എന്നാൽ സന്യാസം ഉപേക്ഷിച്ചു പോകുന്നവരെ ഇതിന്റെ പ്രതിനിധികളായി അവർ ഇതിന്റെ ഛേദോവികാരം എന്താണ് ഇത്തരം ഒരു ചിന്തയ്ക്ക് അവരെ പ്രേരിപ്പിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നതെന്ന് കരുതാൻ മാത്രമേ കാര്യമുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞ് അവർ ഉദ്ദേശശുദ്ധിയെ മാനിക്കാൻ ഏതായാലും സാധിക്കത്തില്ല. പക്ഷെ എനിക്ക് ഇതിനെതിരെ ഉണങ്ങുന്ന പ്രതികരണങ്ങൾ ഇപ്പൊ ചില കന്യാസ്ത്രീകളൊക്കെ വളരെ നല്ല ഭാഷയിലൊക്കെ ചില കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അത് ഒരുപക്ഷെ അനുകൂലമായോ പ്രതികൂലമായോ അത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണമാണോ, ഒരു 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 പ്രത്യാഘാതമാണോ അതിലുണ്ടാക്കുക എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിയോജിച്ചേക്കാം. ഞാൻ അടുത്ത കാലത്ത് ഫിലിപ്പൈൻസിലെ ഒരു മെത്രാപ്പൊലീത്ത സോക്രട്ടസ് ഡിവില്ലസിന്റെ ഒരു ലേഖനം വായിച്ചു. അദ്ദേഹം ആ ലേഖനം തുടങ്ങുന്ന വൈദികരുടെ സന്തോഷത്തെക്കുറിച്ചാണ് ലേഖനം. അദ്ദേഹം തുടങ്ങുന്ന ഇതാണ്: നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം, നാം എന്താണ് ക്രിസ്തുവിനോട് ചെയ്തത്, ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് നാം ഓർമ്മിക്കാറുണ്ട്. ഈ ചിന്തകൾ എൻ്റെ ഓർമ്മകളിൽ പടർന്നത് ചന്ദനമരത്തിന്റെ മധുര സുഗന്ധമാണ്. സുഗന്ധദ്രവ്യത്തിനും സുഗന്ധം വഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യക്കാർ വളർത്തുന്ന ഒരു വൃക്ഷമാണ് ചന്ദനമരം. സുഗന്ധം കൂട്ടുവാൻ കുന്തിരിക്കത്തോട് പോലും ചന്ദനം ചേർക്കാറുണ്ട്. ചന്ദനമരത്തിന്റെ പരിമളം ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്നത്രേ. ഈ മരത്തെ മഴുകൊണ്ട് വെട്ടുക, ദശാബ്ദങ്ങളോളം മഴു പരിമളം പടർത്തുന്നതായി മാറും. അതിന്റെ പട്ട ഒരു കത്തി കൊണ്ട് ചെത്തുക, വർഷങ്ങളോളം ആ കത്തി പരിമളം പടർത്തിക്കൊണ്ടിരിക്കും. മരം അറുത്ത് ഉരുപ്പടിയാക്കുക, അതിനായി ഉപയോഗിക്കുന്ന വാളും ആ മരം പോലെ തന്നെ സുഗന്ധം വഹിപ്പിക്കുന്നതാവും. മുറിക്കുന്ന മധുരവിനെ ഏറെക്കാലത്തേക്ക് സുഗന്ധം പ്രസരിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുന്ന മരമാണ് ചന്ദനം. അറക്കുന്ന വാളിനെയും അത് ദീർഘകാലം സുഗന്ധം പടർത്തുന്നതാക്കുന്നു. മഴു ചന്ദനമരത്തോട് ചെയ്തതാണ് നാം ക്രിസ്തുവിനോട് ചെയ്തത്. എന്നാൽ ക്രിസ്തു തന്നെ വെട്ടിയ മഴുവിനെ ചന്ദനം ചെയ്തതാണ് ക്രിസ്തു നമ്മോട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം, ഇത് വെറും ആശയപരമായ ഒരു പ്രതികരണമാണ് എങ്കിലും സ്വപ്നം കാണാൻ പറ്റിയ ഒരു ആശയമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് എന്താണ് മാർഗം? വെട്ടുന്ന മഴുവിനെ ആ മരത്തിന്റെ ചന്ദനം സുഗന്ധം പ്രസരിപ്പിക്കുന്നവരാക്കി മാറ്റുക. അതിന് ഇന്നിപ്പോ സിസ്റ്റർ ഇവിടെ വളരെ മനോഹരമായ കാരിസത്തെ കുറിച്ചും കാരിസം അനുസരിച്ച് നടക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇപ്പൊ കാരിസം കരുണയാണ് എന്ന് പറഞ്ഞ സിസ്റ്ററിന്റെ അതിനനുസരിച്ച് അവര് ഡോക്ടറാകാനോ നേഴ്സാകാനോ എഞ്ചിനീയർ ആകാനോ ഒക്കെ പോകുന്നു, അല്ലെ അധ്യാപികയാകാൻ പോകുന്നു. കർത്താവ് വിളിച്ചത് ഇതിനാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നില്ല. തന്നോടുകൂടി ആയിരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും പിശാചിനെ പുറത്താക്കാനും ഒക്കെയാണ് കർത്താവ് കൂടെ ഇരിക്കാൻ ഈ എല്ലാവരെയും, പ്രത്യേക ദൈവവിളിയുള്ളവരെ മാത്രമല്ല എല്ലാവരെയും വിളിക്കുന്നത്. പക്ഷെ അപ്പോസ്തലന്മാരെ വിളിച്ചതിനകത്താണ് നമ്മളിത് കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിളിക്കും ഈ കാര്യസത്തിനും തമ്മിൽ ഇടയിൽ ഒത്തിരി അപാകത. എന്ന് നമ്മൾ പറഞ്ഞു, ഡോക്ടറാകാൻ പോകുന്ന കന്യാസ്ത്രീ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ അവരുടെ കരുണയൊക്കെ മറക്കും, ഈശോയെ മറക്കും. വളരെ സാധ്യതകളിലേക്കാണ്, അപകടകരമായ അല്ലാതെ എത്രയോ കന്യാസ്ത്രീകൾ ജീവിക്കുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ നമുക്ക് പോയ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ചാനലുകൾക്കും വരുന്നവരെല്ലാം ഇങ്ങനെ ജീവിച്ചവരാ. അവരും ഈ പറഞ്ഞതാണ്, സ്വന്തമായി കാറ് മേടിച്ചതിന് അവര് പറഞ്ഞ എല്ലാവർക്കും കാറുണ്ട്, അതുകൊണ്ട് ഞാനും കാറ് മേടിച്ചു. അതാണ് സന്യാസം അവർക്ക്.
നമ്മൾ ഇതിന്റെയൊക്കെ ബാക്കി പത്രങ്ങൾ ചാനലുകളിൽ കണ്ടതാണ്. അപ്പൊ എവിടെയോ നമ്മുടെ ഈ പരിശീലനത്തിനും ഈ തെരഞ്ഞെടുപ്പിനും ഈ വിളി ഫിലിപ്പൈൻസിലെ അച്ഛൻ പറഞ്ഞത് നമ്മുടെ ആദ്യത്തെ സ്നേഹം നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് സന്യാസികളും വൈദികരും ചിന്തിക്കണമെന്നാണ്. അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ ഒരു മധുര പ്രതികാരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യം അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന സന്യാസം. നമ്മൾ വീണു പോകുന്നവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് പറ്റിയ എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത്? നമുക്ക് എവിടെ പോയി നമ്മുടെ ആദ്യത്തെ സ്നേഹം? അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഇതാണ്, ഞാൻ നിങ്ങൾക്ക് പട്ടം കിട്ടിയാന്നോ അല്ലെങ്കിൽ വ്രതം എടുത്ത ദിവസത്തെ കുറിച്ചോ അല്ല നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യമായി കർത്താവിന്റെ വിളി കേട്ട് വീട് വിട്ട് നിങ്ങൾ സെമിനാരി ചെന്ന ദിവസം അല്ലെങ്കിൽ നിങ്ങൾ മടത്തി ചെന്ന ദിവസം, അന്ന് എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു. അല്ലെങ്കിൽ ആദ്യമായി നിങ്ങൾ ഉടുപ്പെട്ട ദിവസം എന്തൊരു സന്തോഷമായിരുന്നു നിങ്ങൾക്ക്. ആ സന്തോഷം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? വല്ലാതെ എന്നെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ലേഖനമാണത്. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, ഈ ആദ്യമായി നിങ്ങൾ കുർബാന അർപ്പിച്ചു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യാന്ന് പറഞ്ഞ് കുർബാന അർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം, ആ ദിവ്യകാരൻ ഒരാളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളിച്ച് വെച്ച് കൊടുത്തപ്പോൾ ഉണ്ടായ സന്തോഷം, അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ കുർബാന ചൊല്ലിക്കഴിഞ്ഞിട്ട് ആരെങ്കിലും എഴുന്നള്ളിച്ച് കൊടുക്കട്ടെ എന്നുള്ള മട്ടിൽ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ടോ? ആദ്യമായി വചനം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് സൂർപ്ലേസ് ഇട്ട്, അദ്ദേഹം ലത്തീൻ കാത്തോലിക്കൻ, സൂർപ്ലേസ് ഇട്ട ദിവസം, അതിനു മുമ്പിൽ ഇടാൻ നിങ്ങൾക്ക് അവകാശം കിട്ടിയ ദിവസം, അന്ന് നിങ്ങൾ അനുഭവിച്ച സന്തോഷം ഇന്ന് നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ എവിടെ പോയി? ഇത് നിങ്ങളുടെ ഈ നിർവികാരതയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവകാശമാണ്. നിങ്ങളുടെ ആരുടെ, അദ്ദേഹം പറഞ്ഞതാണ് കേട്ടോ, നമ്മുടെ ആരുടെ അവകാശം കൊണ്ട് ദൈവം തന്നതല്ല, നമ്മുടെ ബലഹീനതയ്ക്ക് ദൈവം തന്ന പ്രതികാരമാണിത്. അതാണ് പറഞ്ഞത്, വെട്ടിയവനെ സുഗന്ധമാക്കി മാറ്റുന്ന കർത്താവിന്റെ സ്നേഹം. ഈ ഒരു പിതാവിന്റെ ലേഖനം ഞാൻ ഇടയ്ക്കിടത്ത് വായിക്കാറുണ്ട്. എല്ലാ ജീവിതത്തിലും തന്നെയാണ്. പക്ഷെ സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആശയങ്ങളാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം. ഈ കാര്യസം അനുസരിച്ചുള്ള ട്രെയിനിങ് അനുസരിച്ചുള്ള പദവികൾക്കനുസരിച്ചുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഇതില്ലാത്ത മനുഷ്യർക്ക് ഇതെല്ലാം ഒരു പ്രതിസാക്ഷ്യമായിട്ട് തന്നെ തോന്നും. ഇതില്ലാത്തത് കൊണ്ട് തന്നെ തോന്നുന്നതായിരിക്കും, അസൂയ കൊണ്ട് തോന്നുന്നതായിരിക്കും. പക്ഷെ അസൂയ അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് ഒരു മാനുഷികമായ അവസ്ഥയാണ്. ഇപ്പൊ സിസ്റ്റർ മുമ്പ് പറഞ്ഞു, സന്യാസികളുമായിട്ട് അടുത്ത് പരിചയമില്ലാത്തവരാണ് അവരെ കുറ്റം. അങ്ങനെയൊന്നും അല്ല, അടുത്ത് പരിചയമുള്ളവരും അച്ഛന്മാരെ അടുത്ത് പരിചയമുള്ളവരും ഒക്കെ കുറ്റം പറയുന്ന അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്കൊക്കെ ധാരാളമായിട്ട് പറയാൻ സാധിക്കും. പക്ഷെ അതൊന്നും ഒരു ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷേ ഓർക്കുക, നമുക്ക് എവിടെയൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. നമുക്ക് എവിടെയൊക്കെയോ നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എവിടെ വെച്ച് നോക്കി ആദ്യത്തെ സ്നേഹം നഷ്ടപ്പെട്ടു? നമ്മൾ ലോകത്തിന്റെ അംഗീകാരങ്ങളും പദവികളും ഒക്കെ കിട്ടുന്നതിലേക്ക് മാത്രം നീങ്ങുക, കയ്യടി കിട്ടുന്നതിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ആത്മശോധനയാണ്. ഒരു വലിയ വെല്ലുവിളിയുടെ കാലത്താണ്. ഈ വെല്ലുവിളിയുടെ കാലത്ത് കാമ്പുള്ളവന് മാത്രമേ നിലനിൽക്കാൻ സാധിക്കുള്ളൂ, ഇല്ലാത്തവരൊക്കെ ആടിപ്പോവും. ഇപ്പൊ അവരൊരു ഒരു 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 കൊളുത്തിട്ടു, ആ കൊളുത്തിൽ കൊത്തി നമ്മൾ അതേ നാണയത്തെ തിരിച്ചടിച്ചാൽ കുറച്ച് കഴിയുമ്പം കൂടുതൽ കാനുഷികമായി ബലമുള്ളവൻ ജയിച്ചെന്നിരിക്കും. പക്ഷെ അതൊന്നും ജയമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു മാനസാന്തരമാണ്. ഈ മാനസാന്തരം നമ്മളിൽ തന്നെയാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ, എവിടെയാണ് എൻ്റെ ആദ്യ സ്നേഹം? ഞാൻ സെമിനാരി പോയിട്ടുള്ള, നമ്മൾ സെമിനാരി പോകുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ ഒത്തിരി സങ്കടമുണ്ട്. എങ്കിലും രാവിലെ 5 മണിയാകുമ്പോൾ മണിയടിക്കുമ്പോൾ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് ഒരുങ്ങി ഓടി 5:30 പള്ളിയിലെത്തുക, അവിടെ പ്രാർത്ഥന, ഇതൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു. ആ സന്തോഷം നഷ്ടപ്പെട്ട ഒത്തിരി സന്യാസികളുടെ ജീവിതത്തിൽ ഇല്ലേ, നമ്മൾ ആത്മശോധന ചെയ്യണം. അതാണ് ഈ സുഗന്ധം വരുത്താൻ നമുക്ക് സാധിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് എളുപ്പമുള്ള ചില വഴികളുണ്ട്. ഞങ്ങൾ മനുഷ്യരാണ്, ബലഹീനർ. ശരിയാ, ഇത് കർത്താവിനും അറിയാം. വീണു പോകുന്നതല്ല തെറ്റ്, എഴുന്നേൽക്കാത്തതാണ് തെറ്റ്. എന്റെ ആദ്യ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു. ഈ റോയേച്ചൻ പറഞ്ഞൊരു നല്ല വാക്കുണ്ട്, കടക്കാൻ നേരം, ദൈവമേ എന്റെ ആദ്യ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് ബലിയർപ്പിച്ചപ്പോ എനിക്ക് ആ ആദ്യത്തെ പട്ടം തന്ന ആദ്യം ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ഉള്ള സന്തോഷം എനിക്കിന്ന് കിട്ടിയില്ലെങ്കിൽ കർത്താവ് എവിടെയോ എനിക്ക് എന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യം വ്രതം വാഗ്ദാനം ചെയ്തപ്പോ ഈ മുണ്ട് ധരിക്കാൻ ഈ ഉടുപ്പ് എനിക്ക് കിട്ടിയ സന്തോഷം മാതാവേ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സ്വന്തം പടർത്താൻ പറ്റില്ല. പിന്നെ ഇതിനൊരു പ്രസക്തിയില്ല. മാർപ്പാപ്പ പറഞ്ഞതുപോലെ, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പോലെ, വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ, വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ വാണ്ടഡ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഈ സന്യാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, പുരോഹിതരായാലും സന്യാസനായാലും, ഏറ്റവും പ്രധാനം അവര് ദേ വാണ്ടഡ്. Who wants? Jesus wants. അതാണ്, യേശുവിന് വേണം. ആ തിരിച്ചറിവ്, ആ ബോധ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇതിന് സുഗന്ധം ഉണ്ടാവില്ല. ആർക്കും സുഗന്ധം പരത്താൻ സാധിക്കത്തില്ല. നമുക്ക് മറുപടികളുണ്ട്. ഞങ്ങൾ മനുഷ്യരാണ്, ബലഹീനരാണ്, ശരിയാണ്.
മനുഷ്യരെ തന്നെയാണ് സഭ ദൈവം പഠിപ്പെടുത്തി എത്തിക്കുക. വീണ് പത്രോസ്ലിയ പറഞ്ഞ വിശ്വാസത്തോടെ പറഞ്ഞില്ലേ, ഞാൻ മരിച്ചാലും പോയിരുന്നു. അതേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എന്റെ വിശ്വാസം. പക്ഷെ അതേ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ വീണ് പോയില്ലേ. ഇതാ നമ്മുടെ നേച്ചർ, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ കുറിച്ച് ഒത്തിരി ബോസ്റ്റ് ചെയ്യാനൊന്നും വേണ്ട. ഇത് വലിയൊരു പൗലോസ്ലിയ പറഞ്ഞ ഒരു മൺപാത്രങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു നിധിയാണ്. അത് നിധിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ. ഓക്കെ, വളരെ പ്രസക്തമായ കാര്യങ്ങൾ അങ്ങ് പറയുന്നത്. ഞാൻ സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, നേരത്തെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അങ്ങ് പറയുകയുണ്ടായി, ക്രൈസ്തവനെതിരെ എന്ത് ചെയ്താലും ക്രൈസ്തവൻ പ്രതികരിക്കുകയില്ല എന്നൊരു ബോധം പൊതുസമൂഹത്തിലുണ്ട്. എങ്കിൽ പോലും ഈ മാറുന്ന സാഹചര്യത്തിൽ നിരന്തരമായ അവഹേളനങ്ങൾ, പ്രത്യേകിച്ച് സന്യാസ ജീവിതത്തിനെതിരെയൊക്കെ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെയൊക്കെ ഒരു പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ ഫാദർ റോയ് കണ്ണഞ്ചിറ CMA? നല്ലൊരു ചർച്ചയാണ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ദേവപ്രസാദ് സാറ് പങ്കുവെച്ച ചിന്തകളിൽ സന്യാസ ജീവിതത്തിന്റെ സത്താപരമായ ആ ഒരു അനുഭവത്തിലേക്ക് ശ്രോതാക്കളെയും എന്നെയും എല്ലാ സമർപ്പിത ജീവിതക്കാരെയും നയിക്കുന്നതുമാണ്. സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം. ഇവിടെ ക്രൈസ്തവ സന്യാസവും ക്രൈസ്തവ പൗരോഹിത്യവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വിശുദ്ധമായ പ്രതീകങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. 2-3 ചിന്തകൾ അതിനെപ്പറ്റി എനിക്ക് പങ്കുവയ്ക്കാം. ഒന്ന്, പ്രകടമായ രീതിയിൽ പ്രഥമമായി തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു വിശ്വാസത്തെ ഇല്ലാതെയാക്കുക എന്നത് ചിലരുടെ അജണ്ടയാണ് എന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ആക്രമണത്തിന്റെ ഒരു രീതി വികസിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് സംഘടിതമായ ഒരു പരിശ്രമം തന്നെ നടക്കുന്നുണ്ടെന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതെയാക്കുക, അത് പക്ഷേ ഈ 2021 സംഭവിച്ച കാര്യമല്ല. അത് ക്രിസ്തു ജീവിച്ചിരുന്ന സമയം മുതൽ സംഭവിച്ച കാര്യമാണ്. ക്രിസ്തുവിനെ ഇല്ലാതെയാക്കാൻ ആണ് അവർ ശ്രമിച്ചത്. പക്ഷേ കുരിശിൽ തറച്ചിട്ടും കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈശോ നിലനിർത്തിയ മൂല്യങ്ങളാണ് ഉയർത്തെഴുന്നേറ്റത്. ആ ഒരു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ സംവഹിച്ചുകൊണ്ടാണ് ഈ 2000 വർഷങ്ങളായിട്ട് ഈ ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിൽ പടർന്ന് പന്തലിച്ചതും പിന്നെ ഏകദേശം 240 കോടിയോളം വരുന്ന വിശ്വാസികൾ കത്തോലിക്ക സഭയിലും മറ്റ് ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളിലുമായി ലോകത്ത് ക്രൈസ്തവ വിശ്വാസം അനുശീലിക്കുന്നത്. അത് ഇന്നും ആക്രമിക്കപ്പെടുകയാണ്, ഇന്നും അതേസമയം തന്നെ പ്രതിരോധിക്കപ്പെടുകയും. ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നിരന്തരമായി ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധിക്കേണ്ടത് ആവശ്യമില്ലേ എന്നതാണ്. പ്രതിരോധം എന്നും ഉണ്ടായിരുന്നു. ക്രൈസ്തവ വിശ്വാസം ആക്രമിക്കപ്പെട്ട സമയത്ത് എന്നും പ്രതിരോധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും തീവ്രമായ രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇന്ന് 2000 ആണ്ട് 2020, 2022 നമ്മൾ ഈ നൂറ്റാണ്ടുകളായി ക്രൈസ്തവ വിശ്വാസത്തിന്റെ വീരോചിത സാക്ഷ്യങ്ങളായി, രക്തസാക്ഷ്യങ്ങളായി നമ്മളൊക്കെ ആദരിക്കുന്ന മഹാവിശുദ്ധർ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ആ പുണ്യവാന്മാർ അവരെന്താണ് ചെയ്തത്? അവര് വിശ്വാസത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ മുമ്പിൽ കന്മതിൽ പോലെ നിന്നു എന്നുള്ളതാണ്. അവര് പ്രതിരോധിച്ചു. നിങ്ങൾ പറയുന്നത് തെറ്റാണ് സുഹൃത്തെ എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു. ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തഫാനോസ് എന്താണ് ചെയ്തത്? അപ്പസ്തലന്മാരുടെ പുസ്തകത്തില് നമ്മൾ ആ ഒരു എസ്തഫാനോസിന്റെ പ്രസംഗമാണ് ആദ്യം. എന്താണത്? ക്രിസ്തു ആരാണ്? ക്രിസ്തു എനിക്കാരാണ്? ക്രിസ്തു ഈ ലോകത്തിനാരാണ്? ലോകത്തിന് ദൈവം കരുതി വെച്ച ഇന്നോളമുള്ള രക്ഷയുടെ ചിഹ്നമാണ് ക്രിസ്തു. ക്രിസ്തുവാണ് രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനെ നമുക്ക് കല്ലെറിഞ്ഞു കൊല്ലാം എന്ന് പറയും. അങ്ങനെ കല്ലേറ് തുടങ്ങുകയാണ്. ഞാൻ പല വേദികളിലും പങ്കുവെച്ചിട്ടുണ്ട്. ആദ്യത്തെ കല്ല് വന്ന് കൊണ്ടപ്പോൾ സെയിന്റ് സ്റ്റീഫനെ തീരുമാനിക്കാമായിരുന്നു ഇത് അത്ര സുഖകരമായ ഒരു പ്രതിരോധമല്ല. ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ ഏറ് തന്നെ കൊള്ളും. ഈ ഏറെന്ന് പറയുന്നത് പൂ വെച്ചുള്ള ഏറല്ല, ഇത് കൂർത്തുമുറുത്ത കല്ലുകൊണ്ടുള്ള ഏറാണ്. ഒന്നാമത്തെ ഏറ് കൊണ്ടപ്പം ഈ സ്റ്റീഫന് പറയാമായിരുന്നു, മതി, ഞാൻ നിങ്ങൾ പറയുന്ന ദേവനെ ആരാധിക്കാം, ക്രിസ്തു ദൈവമല്ല എന്ന് ഞാൻ പറയാം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ സ്റ്റീഫൻ പറഞ്ഞില്ല. അവൻ വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനത്തെ കല്ല് വന്ന് കൊണ്ടുമ്പോഴും ജീവൻ പറഞ്ഞു പോവുകയാണെന്ന് തിരിച്ചറിയുമ്പോഴും ഈ സ്റ്റീഫൻ വിളിച്ചു പറഞ്ഞത്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ക്രിസ്തുവായി മാറുകയായിരുന്നു.
അപ്പോൾ വിശ്വാസം എൻ്റെ ഉള്ളിൽ നിലനിൽക്കാൻ വേണ്ടി പ്രതിരോധം തീർത്തവനാണ് ഇന്ന് ഏറ്റവും വലിയ പ്രഘോഷകനായി മാറുന്നത് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിരോധം എന്ന് പറയുന്നത് ഈ വർത്തമാന കാലത്തിലും വിശ്വാസത്തിന്റെ പരസ്യ പ്രഘോഷണമായി മാറുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, പ്രതിരോധിക്കണം. വിശ്വാസമുണ്ടോ എങ്കിൽ ആ വിശ്വാസം തകർക്കാൻ വരുന്ന ശക്തികൾക്കെതിരെ പ്രതിരോധിക്കണം. അത് എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ക്രിസ്ത്യാനിയും മറ്റ് മതസ്ഥരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പ്രതിരോധം എന്ന് പറയുന്നത് വാളെടുത്ത് ആക്രമിക്കുക, പ്രതിരോധിക്കുന്നവന്റെ കഴുത്ത് വെട്ടുക എന്നുള്ള രീതിയിലല്ല. വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എന്റെ വിശ്വാസം ഇത് തന്നെയാണ് എന്ന് പറയുന്നതിലൂടെ തീർക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അത് വിശ്വാസത്തിന്റെ കൺമതിലാണ്. അത് ക്രിസ്തു എന്ന മതിൽ തന്നെയാണ്, ക്രിസ്തു എന്ന അടിസ്ഥാന ശില തന്നെയാണ്. ആ ശിലയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിരോധിക്കും. അത്തരത്തിലുള്ള പ്രതിരോധം നടത്താൻ ഇന്ന് ആളില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ആക്രമണങ്ങൾ പെരുകുന്നത് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്ന ഒന്നാമത്തെ. നമുക്ക് സമയപരിമിതി ഉണ്ട്, മനസ്സുള്ളവർ ഇവിടെ ചുരുങ്ങിയ വാക്കുകളെ അച്ഛൻ. ഒറ്റ കാര്യം, പ്രതിരോധത്തിന് പകരം ഇന്ന് പ്രതിരോധിക്കേണ്ടവർ പൊരുത്തപ്പെടുകയാണ്. ക്രിസ്തു പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കണം, ശത്രുവിനെ മിത്രമായിട്ട് തെറ്റിദ്ധരിച്ച് സ്നേഹിക്കണം എന്നാണ് ക്രിസ്തു പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശത്രുവാണത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്. ഇവൻ ശത്രുവാണ്, ഇവൻ എന്റെ കഴുത്ത് വെട്ടാൻ വരുന്നവനാണ്, ഇവൻ എന്നോട് മൈത്രി കാണിക്കുന്നത്, ഇവൻ എന്റെ വിശ്വാസത്തെയും എന്നെയും തകർക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവനെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഈയൊരു വിശ്വാസത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പലരും വല്ലാതെ അങ്ങ് പൊരുത്തപ്പെടുകയാണ്, വല്ലാതെ അങ്ങോട്ട് താഴ്ന്നു കൊടുക്കുകയാണ്, വല്ലാതെ അങ്ങോട്ട് മൗനം പാലിക്കുകയാണ്. ചില മൗനമൊക്കെ പറയാനില്ലാത്തവന്റെ ഗതികേടാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വർത്തമാന കാലത്തിലാണ് ഇവിടെ പ്രതിരോധം പ്രേക്ഷിത പ്രവർത്തനമാണെന്നും പ്രതിഷേധം വിശ്വാസ പ്രഘോഷണമാണെന്നും പ്രതികരണം പ്രാർത്ഥനയാണെന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉയർത്തെഴുന്നേൽക്കും. അത് ആക്രമണം കൊണ്ടല്ല, ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയെ തകർത്തുകൊണ്ടല്ല, ഇവിടെ ജീവിക്കാൻ അവകാശമുള്ള ഓരോ പൗരന്റെയും ഉത്തരവാദിത്വത്തിലേക്കും പൗരബോധത്തിലേക്കും ചേർന്ന് നിന്നുകൊണ്ട് എന്റെ വിശ്വാസം എനിക്ക് പ്രഘോഷിക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയൽ തന്നെയാണ് ഈ വിശ്വാസത്തിന്റെ പ്രതിരോധം, ഈ വിശ്വാസത്തിന്റെ പരസ്യമായിട്ടുള്ള സാക്ഷ്യം വഹിക്കൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യണം, അത് ചെയ്യാൻ കരുത്തുള്ളവനാകണം ഓരോ സമർപ്പിതനും ഓരോ വിശ്വാസിയും എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ഇനിയും ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാലും സമയപരിമിതി മൂലം നമ്മൾ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. സിസ്റ്റർ ആൻസി പോൾ എസ് എച്ച്, പലപ്പോഴും ഈ സന്യാസ ജീവിതത്തെ അവഹേളിക്കുന്നവർ സമൂഹത്തിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. ഒന്ന്, ബൈബിളിൽ പറഞ്ഞിട്ട് മാതൃത്വത്തിലൂടെ സ്ത്രീ രക്ഷിക്കപ്പെടും, പക്ഷേ സന്യാസ ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സന്യാസ ജീവിതം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിന് തുരങ്കം വയ്ക്കുന്നു, സന്യസ്തർ ഉള്ളത് കാരണമാണ് കത്തോലിക്കരുടെ ജനസംഖ്യ കുറയുന്നത് എന്നൊക്കെ അബദ്ധ പ്രചരണങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം പ്രചരണങ്ങളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ചോദ്യം ചെയ്യപ്പെടുന്നത് ശരിക്കും സ്ത്രീയുടെ അമ്മത്വമാണല്ലോ, അതാണല്ലോ ഇതിലേക്ക് വരുന്നത്. ജന്മം കൊണ്ട് സ്ത്രീ ഒരമ്മയായിത്തീരുന്നു എന്ന് പറയുന്ന ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു സംഗതി, അതൊരു നിലനിൽക്കുന്ന ഒരു സത്യം തന്നെ. പക്ഷേ ജന്മം കൊണ്ട് മാത്രം അമ്മയായിത്തീരുന്നത് ആണോ അമ്മത്വം എന്ന് പറയുന്നത്? മാതൃത്വം എന്ന് പറയുന്നത് ഞാൻ പറയും അത് ഹൃദയത്തിന്റെ ഭാവമാണ്. ഈ ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പണ്ട് ഗുരു ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു സ്ത്രീ എപ്പോഴാണ് അമ്മയാകുന്നത് എന്നാണ് ഗുരു ചോദിച്ചത്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു ഉദരത്തിൽ കുഞ്ഞിനെ വഹിക്കുമ്പോഴാണ്, ഗർഭത്തിൽ കുഞ്ഞിനെ സംവഹിക്കുമ്പോഴാണെന്ന്. പക്ഷേ ഗുരു പറഞ്ഞു അല്ല, ഹൃദയത്തിൽ കുഞ്ഞിനെ സംവഹിക്കുമ്പോഴാണ് ഒരാള് അമ്മയാകുന്നത് എന്ന്. വളരെ ഉദാത്തമായ ഒരു ചിന്തയാണെന്നാണ്. അമ്മ എന്ന് വിളിക്കപ്പെട്ട പലരും ഉണ്ട്. മദർ തെരേസയെ ലോകം അമ്മ എന്ന് വിളിച്ചു. വേദനിക്കുന്നവരെ, ആരുമില്ലാത്തവരെ, ഒറ്റപ്പെട്ടു പോകുന്നവരെ, നൊമ്പരപ്പെടുന്നവരെ ഒക്കെ അമ്മ ഭാവത്തോടെ ഹൃദയത്തിൽ സംവഹിക്കാനുള്ള ഒരു ദൈവികത അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു ചിന്ത ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ ആധുനിക വർത്തമാന കാലഘട്ടങ്ങളിൽ പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ നമ്മൾ നോക്കും, നമുക്ക് ചുറ്റുപാടും തന്നെ എന്തുമാത്രമാണ് പ്രസവിക്കുന്ന കുഞ്ഞിനെ ഉടനെ തന്നെ കൊന്നുകളയുന്നവര്, വിഷം കൊടുത്ത് കൊല്ലുന്നവര്, ഉദരത്തിൽ വെച്ച് കൊല്ലുന്നവര്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരാൾ അമ്മയാകുന്നില്ല, മറിച്ച് ഹൃദയത്തിൽ സ്നേഹഭാവം ഉള്ളിടത്താണ് അമ്മത്വം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു സമർപ്പിത, ആരെ എന്തു പറഞ്ഞാലും ഒരു സമർപ്പിത ദൈവസ്നേഹത്തിൽ, ആ ദൈവസ്നേഹത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ ഭാവം എന്ന് പറയുന്നത് എന്താ? ഗോഡ് ഈസ് ലവ്, സ്നേഹമാണ്.
ദൈവം തന്നെ നമുക്ക് തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങൾ മറക്കുകയില്ല. അപ്പൊ ദൈവത്തിന് ഒരു അമ്മ ഭാവമുണ്ട്. ഇനി ദൈവത്തിന് മാത്രമല്ല, നല്ല സ്നേഹിക്കാൻ അറിയുന്ന എല്ലാ അപ്പന്മാർക്കും ഉണ്ട് അമ്മ ഭാവം എന്ന് പറയും. അപ്പൊ അമ്മ ഭാവം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് പുരുഷനിലുണ്ട്, സ്ത്രീയിലുണ്ട്. ഈ അമ്മ ഭാവത്തെ ജൈവികമായ രീതിയിൽ മാത്രം, ഒരു ജീവശാസ്ത്രപരമായ രീതിയിൽ മാത്രം കാണുന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് മാറി ഹൃദയത്തിൽ ഈ ലോകത്തെ സ്വീകരിക്കുവാൻ, എന്റെ മുമ്പിൽ വരുന്ന, എന്റെ ക്ലാസ് മുറിയിൽ വരുന്ന മക്കള് ഞാൻ അമ്മ ഭാവത്തോടെയാണ്, എന്റെ കുഞ്ഞുങ്ങളാണ്, ആ രീതിയിലാണ് കാണുക. ഇന്നിപ്പോ എല്ലാ സന്യാസ സമൂഹങ്ങൾക്കും തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാം. ഉപേക്ഷിക്കപ്പെട്ടവരെ നോക്കുന്നവര്, അനാഥാലയം നടത്തുന്നവര്, അതുപോലെ തന്നെ ഈ എന്താ പറയുക ബുദ്ധി വൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ നോക്കുന്നവര്. അപ്പൊ അവരൊക്കെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ എത്രമാത്രം കരുതലോടെയാണ് സ്നേഹിക്കുന്നത്. അവര് സ്വന്തം എന്ന പോലെയാണ് കരുതുക. അപ്പൊ അതുകൊണ്ട് അമ്മത്വം എന്ന് പറയുന്നത് സത്യത്തിൽ ഹൃദയത്തിന്റെ ഭാവമാണ്. അത് ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് ആ ദൈവിക ഭാവത്തിൽ നിന്നുമാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രസവിക്കുന്നത് കൊണ്ട് അമ്മയാവണം നിർബന്ധമില്ല. പ്രസവിക്കാത്തവർക്കും ഈ അമ്മ ഭാവത്തെ വളർത്തിക്കൊണ്ടുവരാം. അതാണ് ഒരു ഓക്കെ. ഞാൻ സമയപരിമിതി പോലും ഇടപെടുകയാണ്. അവസാനമായി ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA, ഈ നാളുകളിലൊക്കെ കന്യാസ്ത്രീ അല്ലെങ്കിൽ സന്യസ്തരുടെ രക്ഷകരായി വേഷം ചമഞ്ഞ് ചിലർ എത്തുന്നതായി നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിച്ചു. എന്താണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം? ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA. നമ്മുടെ കേരളത്തിന്റെ പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചില വീടുകളുടെയൊക്കെ ഗേറ്റിങ്കിൽ നായയുണ്ട് സൂക്ഷിക്കുക, ബിവെയർ ഓഫ് ഡോഗ് എന്നുള്ള ഒരു വാചകം കാണാം. പക്ഷേ നമ്മുടെ കേരളത്തിലെ സന്യാസിനി മഠങ്ങളിലെ ഒരു മതിലിന്റെയും ഗേറ്റിലും നായയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് കാണാൻ സാധിക്കുകയില്ല. സ്ത്രീകൾ മാത്രം ജീവിക്കുന്ന ആ സ്ഥലങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കുവാനായിട്ട് ഒരു നായയുടെയും സംരക്ഷണമോ അല്ലെങ്കിൽ കാവലോ ആവശ്യമില്ല എന്ന് പരോക്ഷമായിട്ട് അവർ പറയുകയാണ്. പക്ഷെ ഇന്ന് കേരളം മാറിപ്പോയിരിക്കുകയാണ്. ഇന്ന് കേരള സമൂഹത്തിൽ കന്യാസ്ത്രീമാരുടെ കാവൽക്കാരെ കൊണ്ട് കേരള സമൂഹം നിറഞ്ഞിരിക്കുകയാണ്. അവരെ കൊണ്ട് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് ആനന്ദിച്ച് ആഹ്ലാദിക്കാം. കാരണം കേരള സമൂഹം ഇന്ന് കന്യാസ്ത്രീകളുടെ കാവൽക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഇന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളുടെ കാവൽക്കാര് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സന്യാസിനി സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ഏതാനും പേരുടെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സന്യാസ വഴികളിൽ എവിടെയോ സന്യാസ അരൂപി, ദ റിലീജിയസ് സ്പിരിറ്റ് നഷ്ടപ്പെട്ട ഏതാനും പേരെ ആഘോഷിച്ചുകൊണ്ട് ഇത് ഇവിടെ മുഴുവൻ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് നിങ്ങൾ ഉദ്ഘോഷിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, 99.9% സന്യാസിനിമാർ നിങ്ങളുടെ ഈ സന്യാസ സംരക്ഷണത്തിന്റെ പേരിൽ നീറി കഴിയുകയാണ്. നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? നിങ്ങൾ കന്യാസ്ത്രീകളുടെ സംരക്ഷകരാണ് എന്ന് സ്വയം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആരാണ് കന്യാസ്ത്രീകൾ, ആരാണ് ട്രൂ റിലീജിയസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ആട്ടിൻതോലിട്ട നിങ്ങളുടെ ഈ ആട്ടിൻതോല് കേരളത്തിലെ സമൂഹം മനസ്സിലാക്കാനായുള്ള സമയം ഇപ്പൊ തന്നെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ആര് കന്യാസ്ത്രീകളുടെ സംരക്ഷകരല്ല. നിങ്ങളുടെ സംരക്ഷണം ഇന്ന് ഒരു കന്യാസ്ത്രീ മഠത്തിനും ആവശ്യമല്ല. നിങ്ങളുടെ സംരക്ഷണം അവർക്ക് സുരക്ഷിതത്വത്തെക്കാൾ കൂടുതലായിട്ട് അരക്ഷിത ബോധം ഉളവാക്കുന്നു എന്ന് കേരളത്തിലെ ഈ സന്യാസ സംരക്ഷകർ മനസ്സിലാക്കണം എന്ന് കൂടി ഞാൻ പറയുകയാണ്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സന്യാസ സംരക്ഷകർ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർക്ക് ധൈര്യമുണ്ടോ കേരളത്തിലെ സന്യാസിനി മഠങ്ങളിലൂടെ കടന്നു ചെന്ന് ഒരു സർവേ, ഒരു 10 ചോദ്യങ്ങളുമായിട്ട് കടന്നു ചെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ അടിമത്തം അനുഭവിക്കുന്നുണ്ടോ, വിഷമം അനുഭവിക്കുന്നുണ്ടോ എന്ന് കേരളത്തിലെ മുഴുവൻ സന്യാസിനി മഠങ്ങളിലൂടെ ചെന്ന് ഒരു സർവേ നടത്തി കേരളത്തിലെ എത്ര സമൂഹം സന്യാസിനിമാരാണ് ഈ അടിമത്തം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അസന്തുഷ്ടരായിട്ട് ജീവിക്കുന്നത് എന്ന് ശാസ്ത്രീയമായി ഡാറ്റാ ബേസിൽ നിങ്ങളുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുക. ഞാനിത് പറയാനുള്ള കാരണം എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏതാനും സന്യാസ സമൂഹത്തിൽ കടന്നു ചെന്നപ്പോൾ അവരനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ എത്ര വിശാലമാണ് എന്ന് മാധ്യമ മുറികളിലെ ശീതീകരിച്ച മുറികളിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുകയില്ല. സന്യാസിനി മഠങ്ങളിലേക്ക് കടന്നു ചെല്ലണം. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കണ്ടവനോട് നിൽക്ക് കേട്ടോൻ പറയാം. ഇവിടെ കണ്ടവന്മാരൊക്കെ അവിടെ നിശബ്ദരായി നിൽക്കുകയാണ്. കേട്ടവന്മാർ പറയുന്നതിനനുസരിച്ചാണ് ഇവിടെ വലിയ വലിയ പൊതുധാരണകളൊക്കെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സന്യാസ അല്ലെങ്കിൽ കന്യാസ്ത്രീ സംരക്ഷകരെ, നിങ്ങളുടെ അതിരറ്റ കന്യാസ്ത്രീ സംരക്ഷണ താല്പര്യം കൊണ്ട് നമ്മുടെ മഠങ്ങളിൽ നിഷ്കളങ്കരായ ഒത്തിരിയേറെ കന്യാസ്ത്രീമാർ അല്പമെങ്കിലും മാനസിക വ്യത അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സംരക്ഷണം അവർക്ക് ആവശ്യമില്ല. അവരെ സമാധാനമായിട്ട് ജീവിക്കാൻ വിട്ടേക്കുക എന്നുള്ള വിനീതമായ അഭ്യർത്ഥന മാത്രമാണ് കേരളത്തിലെ പ്രിയപ്പെട്ട കന്യാസ്ത്രീ സംരക്ഷകരോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ടതല്ല സന്യാസ ജീവിതം. സന്യാസ ജീവിതം ഒരു ശാപമല്ല, മറിച്ച് അത് അനുഗ്രഹമാണ്. ഈ ദേശത്തിന്, ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന്
സന്യാസ ജീവിതം അനുഗ്രഹമാണ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ടി ദേവപ്രസാദ്, ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, സിസ്റ്റർ ആൻസി പോൾ SH, 4 പേർക്കും പ്രത്യേകം നന്ദി.